വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് കർത്താവിൻ്റെ ദാസി വായിക്കുമ്പോൾ പുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുന്നത് നല്ലതാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. 5:1 അവർ കടലിന്റെ അക്കരെ ഗദര ദേശത്ത് എത്തി. 21 യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ മതി. 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 1, അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു അക്കരെ എത്തി. 3, യേശു ഇക്കരെ എത്തി. ഒരു വാക്ക് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ അധരങ്ങളൊന്ന് തുറന്ന് പ്രാപിച്ച അഭിഷേകത്തോടെ സ്റ്റേജ് മുതൽ പുറകു വരെ ഒരു നിമിഷം നമുക്ക് ദൈവത്തെ പരമാർത്ഥതയോടെ ഒന്ന് ആത്മാവിൽ ആരാധിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ അധരങ്ങൾ തുറക്കട്ടെ, നിങ്ങളുടെ കരങ്ങൾ അടിക്കട്ടെ. ദൈവകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. അകത്ത് നിറഞ്ഞ അഭിഷേകം പുറത്തേക്ക് കവിഞ്ഞൊഴുകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറത്തേക്ക് ഒഴുകുമെന്നുള്ള വചനം പോലെ പുറത്തേക്ക് ഒരു ഓവർഫ്ലോ, ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകേണ്ടതിന് വിശ്വസിക്കുന്നവരാരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ, ഇത് വേർപെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ബന്ധക്കോസുകാരുടെ യോഗമായതുകൊണ്ട് ലജ്ജിക്കാതെ അല്പനിമിഷങ്ങൾ എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. എവിടെയൊക്കെ ആത്മാവിൻ്റെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ മുറിവേറ്റ കരം നിന്നെ തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച് പാഷനല്ല ഹല്ലേലൂയ. ഓ റിഗനാദരാജകൾ കമനവൈഡം ദുരകൾ കമനപദുരജാനകൾ ശബ്ദരാദര ഹല്ലേലൂയ. ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഉടഞ്ഞു മാറേണ്ടതിന്, ദുരാത്മ മണ്ഡലങ്ങൾ തകർന്നു മാറേണ്ടതിന്, ഇന്ന് രാത്രി ദൈവകൃപ ഇവിടെ വെളിപ്പെടേണ്ടതിന് എല്ലാവരും ചേർന്ന് അല്പനിമിഷങ്ങൾ ഓ രക്തത്താലേ ചെയ്യം ദിഗരമന ദുരജാരകൾ കമാനവശ സൈഡരേ ദിഗലമന പരവശ്. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠം അടുത്തു വരുന്നു. ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണം. ജനം ഈ രാത്രി വചനത്താൽ വിടുവിക്കപ്പെടണം. വിരോധമായി ഈ ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. ദൈവാത്മ മണ്ഡലം ഞങ്ങൾക്കായി തുറക്കണം. അങ്ങ് ഞങ്ങളുടെ മധ്യേ ചന്തമായി നടകൊള്ളണം. ആ ക്രൂശിന് ഞങ്ങൾ മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരവും നമ്മുടെ ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധേയമായ 3 വാക്യങ്ങളാണ് നമ്മൾ അല്പനിമിഷങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. സുവിശേഷങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ ലക്ഷ്യം, അന്ന് ഇസ്രായേലിനൊരു രാജാവില്ല, അവിടെ രാജാക്കന്മാരൊക്കെ തകർക്കപ്പെട്ടു. യെരൂശലേം തന്നെ വളരെ പ്രതീക്ഷ മങ്ങിപ്പോകുന്നൊരു സാഹചര്യത്തിൽ റോമൻ ഗവൺമെൻറ് അവരെ ഭരിക്കുകയാണ്. അന്ന് റോമൻ കൈസറുടെ അധീനതയിലുള്ള ഗവർണർമാരായ പീലാത്തോസ്, ഹേരോദാവ് ഒക്കെ ഓരോ ഗവർണർമാരായി രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ഇഹലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ മനുഷ്യാവതാരമെടുത്ത യേശുക്രിസ്തു വരുമ്പോൾ
ജനം ആകാംക്ഷയോടെ ദാവീദിനെ പോലെ ശലോമോനെ പോലെ ഒരു രാജാവിനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് മത്തായി ലേഖനം സുവിശേഷം എഴുതിയത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ജനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് രാജാവിനായി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു രാജാവ് പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷം ആരംഭിച്ചത്. സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ആ രാജാവിനെ ചൂണ്ടിക്കാണിച്ചു. 3 ഭാഷകൾ അന്ന് പ്രബലമായിരുന്ന എബ്രായ ഭാഷ, അരാമ്യ ഭാഷ, യവനായ ഭാഷ. 3 ഭാഷകളിൽ വലിയ അക്ഷരത്തിൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ എഴുതി, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. രാജാവ് എവിടെ എന്ന് ചോദിച്ച പുസ്തകം തുടങ്ങി ക്രൂശിൽ കിടക്കുന്ന രാജാവിനെ ചൂണ്ടിക്കാണിച്ച ആ പുസ്തകത്തിന് തിരശ്ശീല വീണു. ഒരല്ലുലിയെ പറഞ്ഞാട്ട്. സഭയ്ക്കൊരു രാജാവുണ്ട്. അന്തഃപുരത്തിലെ അരമനയിൽ വെഞ്ചാമരം വീശിക്കൊണ്ട് തോഴിമാരെ ശുശ്രൂഷിക്കുന്ന രാജാവല്ല. നമ്മുടെ രാജാവ് ക്രൂശിലാണ്. നല്ല അല്ലുലിയ പറയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉയർത്താനൊരു നാമമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. മർക്കോസ് തികച്ചും വ്യത്യസ്തനായി. മത്തായി രാജാവിനെ കണ്ടപ്പോൾ യേശുവിനെ അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ഒരു ദാസനായിട്ടാണ് മർക്കോസ് വെളിപ്പെടുത്തിയത്. എന്നാൽ ലൂക്കോസ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഉലകത്തിൽ പിറന്ന ഏക പൂർണ്ണതയുള്ള മനുഷ്യൻ. ഒരല്ലിയ പറഞ്ഞേ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഈ ഉലകത്തിൽ പിറന്നതിൽ പൂർണ്ണതയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കർത്താവ് മാത്രമായിരുന്നു. അവൻ ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. അവൻ ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. അവൻ മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. അവൻ അടക്കപ്പെട്ടതുപോലെ ആരും അടക്കപ്പെട്ടില്ല. അവൻ ഉയർത്തതുപോലെ ആരും ഉയർത്തിട്ടില്ല. അവൻ സ്വർഗാരോഹണം ചെയ്ത പോലെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. അവൻ വരാൻ പോകുന്നത് പോലെ വേറെ ആരും വരത്തില്ല. ആ കർത്താവിനെ ലൂക്കോസ് ഉയർത്തിയപ്പോൾ തികഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ എന്താണ്? പാപം ഒഴികെ സകലത്തിനും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട. ഉലകത്തെ നോക്കി നിങ്ങളിൽ ആർക്ക് എൻ്റെ കഴിഞ്ഞ 33.5 വർഷത്തെ ഇഹലോക ഐഹിക ജീവിതത്തിൽ എൻ്റെ ഒരു പാപം ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ വാടാ എന്ന് വെല്ലുവിളിച്ച പാപമില്ലാത്ത ഏക പരിശുദ്ധൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി അതുകൊണ്ട് തന്നെ അവൻ ആരാധനയ്ക്ക് യോഗ്യന. നമ്മുടെ മധ്യേ അവൻ ചന്തമായി നടകൊള്ളുന്നത് നമ്മുടെ ആരാധന ഏറ്റുവാങ്ങാനാ. ഹല്ലേലൂയ. എന്ന യോഹന്നാൻ തികച്ചും വ്യത്യസ്തമായി കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാസനായിട്ടല്ല, മനുഷ്യനായിട്ടല്ല, രാജാവായിട്ടല്ല, സാക്ഷാൽ ദൈവമായി യോഹന്നാൻ നമ്മുടെ മുമ്പിൽ യേശുവിനെ വരച്ച് കാണിക്കുകയാണ്. അല്ലെങ്കിൽ അത് മോശയ്ക്ക് വെളിപ്പെട്ട ദൈവമല്ല. അതിനൊക്കെ മുമ്പേ മോശ വെളിപ്പെട്ടപ്പോഴാണ് ധന്യനായ മോശ എന്ന പഴയ നിയമ വീണ്ടെടുപ്പുകാരൻ യേശുവിനെ കുറിച്ച് എഴുതിയപ്പോൾ എഴുതിയത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ അവൻ എഴുതിയെങ്കിൽ മരിക്കാറായപ്പോൾ വെളിപ്പാട് മാറി. ചേട്ടൻ്റെ അടക്കത്തിന് അദ്ദേഹം പറഞ്ഞു, ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഞാൻ എഴുതിയ ദൈവം അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമായിരുന്നു. എന്തെങ്കിലും ഉണ്ടാകുന്നതിന്, പർവ്വതങ്ങളാകട്ടെ ഭൂമണ്ഡലങ്ങളാകട്ടെ, ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പാട് കിട്ടിയാണ് ആ ഭക്തൻ മരിച്ചത്. എന്നാൽ യോഹന്നാൻ എഴുതിയപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകലത്തിൻ്റെയും ആരംഭമായ, സകലത്തിൻ്റെയും ആദിയായ ഹല്ലേലൂയ ദൈവത്തെ യോഹന്നാൻ യേശുവിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഇന്നലെ എന്തെങ്കിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു തകരയല്ല ഞങ്ങളുടെ കർത്താവ്. അവരെല്ലാത്തിൻ്റെയും ആരംഭമായിരുന്നു. അവനെല്ലാത്തിൻ്റെയും അവസാനമാണ്. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ഭൂരാജാക്കന്മാരിൽ അധിപതിയാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. സന്തോഷമുള്ളവരെ കരമടിച്ച് ഈ നല്ല ദൈവത്തിന് സ്തോത്രം കൊടുത്ത് ഹല്ലേലൂയ. മർക്കോസ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ അധ്യായത്തിൽ താൻ ഈ സുവിശേഷം എഴുതുമ്പോൾ എടുത്തെഴുതിയ 3 കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 1, അക്കരയ്ക്ക് പോക എന്ന് യേശു പറഞ്ഞു. 2, അവൻ അക്കരെ എത്തി. 3, അവൻ ഇക്കരെ
എത്തി. ഓടിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം നശിച്ചു പോകുന്ന തലമുറകളെ വിടുവിച്ച ധാരാളം സംഭവങ്ങൾ എഴുതിയിരിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദുഃഖിതരായ, ഭാരമനുഭവിക്കുന്ന, കരയുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. കേരളം മുഴുവൻ ബ്രാൻഡി ഷോപ്പുകൾ, കള്ള് ഷാപ്പുകൾ, ലഹരി വിൽക്കുന്ന, സ്കൂളുകളിൽ തൊട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ലഹരി വിൽക്കുന്ന നിലയിൽ നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് മറ്റിതര സ്റ്റേറ്റുകളെക്കാൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അപ്പനെയും അമ്മയെയും കൊന്നു കളഞ്ഞിട്ട് ആ കയ്യിലെ ചോര അടുത്ത ആ വാഷ് ബേസിനെ കഴുകിയിട്ട് നേരെ ഹോട്ടലിൽ പോയി ബെറോട്ടായും ഇറച്ചിയും മടിയില്ലാതെ കഴിക്കുന്ന 5-6 ശവങ്ങൾ വീട്ടിലിട്ടിട്ട് അപ്പൻ്റെയും വല്യപ്പൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും എല്ലാം ശവം അരിഞ്ഞിട്ടേച്ച് ബെറോട്ട തിന്നാൻ മടിയില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിന്റെ അടുക്കിയിരിക്കുന്ന തലമുറയോട് പണ്ടത്തെ കൂടി ദേഷ്യപ്പെട്ടോ വഴക്ക് പറയാനൊന്നും ഒക്കത്തില്ലാത്ത ഒരു വല്ലാത്ത ദുസ്ഥിതിയിൽ സമൂഹമായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ പ്രസക്തി വളരെ വലുതാകട്ടോ. ഹല്ലേലൂയ. ഇവിടെ യേശു അക്കരയ്ക്ക് പോകുവാൻ പറയുമ്പോൾ ഒരു മാന്യനായ ചെറുപ്പക്കാരൻ നമ്മൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടമില്ലാതെ നാട്ടുകാരുടെ ഇഷ്ടത്തിന് വീട്ടിലിരുന്ന് നാറുണ്ടല്ലോ എന്ന് കരുതി കൊണ്ടയിടുന്ന സ്ഥലത്ത് നല്ല യൗവനത്തിൽ ചാകാത്ത ഒരുത്തനെ കൊണ്ട് കുഴിക്കകത്തിട്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. നമുക്കൊന്നും ശവക്കുഴി കിടക്കുന്ന താല്പര്യമല്ല. പിന്നെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ വയ്യാത്ത കൊണ്ടും മോർച്ചറിയിൽ ഒത്തിരി ദിവസം കാശ് കൊടുക്കാൻ വയ്യാത്ത കൊണ്ടും നമ്മുടെ അനുവാദമില്ലാതെ കുഴി കൊണ്ട് വെക്കുമല്ലോ. പക്ഷെ ഒരു ചെറുപ്പക്കാരനെ ജീവനോടെ നാട്ടുകാർ മൂങ്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പേ നല്ല യൗവനത്തിൽ ഒത്തിരി പ്രതീക്ഷയുള്ളവൻ, ഒത്തിരി സാധ്യതയുള്ളവൻ, ഹല്ലേലൂയ, ഇപ്പൊ ശവക്കുഴി കിടക്കുകയാണ്. മറ്റാരും അത് കാണുന്നില്ല. പക്ഷെ അക്കരെ നിൽക്കുമ്പോൾ യേശു അത് കണ്ടെങ്കിൽ ഈ യോഗത്തിന്റെ പുറകിൽ അകത്തൊത്തിരി പേര് വന്നില്ലെങ്കിലും എവിടെയൊക്കെയോ തകരുന്നതിനെ നോക്കി കരയുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് നീ അറിയാത്ത ചില അദൃശ്യ മണ്ഡലങ്ങളിൽ യേശുവിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. യേശു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ സമയം തികച്ചും യാത്ര ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. കടലിനെ കുറിച്ചും കരയെക്കുറിച്ചും ഒക്കെ നന്നായി അറിയാവുന്നവരാ ശിഷ്യന്മാർ. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ ഒത്തിരി പരിമിതികളുള്ളവരെ തെരഞ്ഞെടുത്ത്. യഹൂദന്റെ ദേശം ഒരു 3 പ്രവിശ്യയായി കിടക്കുക. നമ്മുടെ ഒരു 3 ഡിസ്ട്രിക്ട് പോലെയോ 3 സ്റ്റേറ്റ് പോലെയോ ഒക്കെ പറയാവുന്ന 3 പ്രവിശ്യകളായി. ആകെ 120 മൈൽ ചുറ്റളവുള്ള ഈ ദേശത്തിന്റെ അങ്ങ് വടക്ക് യഹൂദിയ, നടുക്ക് ശമരിയ, ഇങ്ങ് തെക്ക് ഗലീല എന്ന 3 സ്ഥലങ്ങളായിട്ട് കിടക്കുന്നത്. അതിലെ യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ കോളേജും നല്ല കോളേജും ഭാഷാപരിജ്ഞാനമുള്ളവരും ന്യായപ്രമാണം പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ശാസ്ത്രിമാരും സദൂക്യരും പരീശന്മാരും ലേവ്യന്മാരും പുരോഹിതന്മാരും മഹാപുരോഹിതനും ആലയവും കൊട്ടാരവും രാജാവും എല്ലാം ഉള്ളത് യഹൂദയിലാണ്. അവർക്ക് 2-3 ഭാഷ അറിയാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവർക്ക് നന്നായിട്ട് എബ്രായ ഭാഷ അറിയാം, അവർക്ക് നന്നായിട്ട് ഗ്രീക്ക് അറിയാം, യവനായ ഭാഷ അറിയാം, അവർക്ക് നന്നായിട്ട് അരാമ്യ ഭാഷ അറിയാം. ഇപ്പൊ റോമൻ ഗവൺമെന്റ് വന്ന ശേഷം റോമൻ ഭാഷയും അവർക്കറിയാം. ഒരല്ലുലിയെ പറഞ്ഞാട്ട്. പക്ഷെ ഇങ്ങനെ ഗലീലിലുള്ളവർക്ക് ഈ ഭാഷ ഒന്നും അറിയത്തില്ല. അവിടെ സ്കൂളില്ല, കോളേജില്ല, അവിടെ യൂണിവേഴ്സിറ്റി ഇല്ല, അവിടെ ശാസ്ത്രിമാരില്ല, പുരോഹിതന്മാരില്ല. അവിടെ ഉള്ളത് കുറെ പാവപ്പെട്ട കടൽ കൊണ്ട് ജീവിക്കുന്ന, ഗലീല കടലെന്ന് ചിലർ വിളിക്കുന്ന, ചിലർ ബെത്സയിദ കടലെന്ന് വിളിക്കുന്ന, ചിലർ തിബരിയാസ് കടലെന്ന് വിളിക്കുന്ന, ചിലർ ഗന്നസരേത്ത് തടാകമെന്ന് വിളിക്കുന്ന, ചിലരൊക്കെ കിന്നോരോത്ത് എന്നൊക്കെ വിളിക്കുന്ന ഒരു തടാകം. ഈ പേരെല്ലാം ഒറ്റ തടാകത്തിൻ്റെ. അതിൻ്റെ കര കൊണ്ട് ജീവിച്ച് അതിനകത്തെ
മത്സ്യങ്ങളെ ബന്ധനം ചെയ്ത് ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഗലീലയിലുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് ഈ വലിയ ജ്ഞാനികളെയൊക്കെ ലക്ഷിപ്പാൻ, തികച്ചും പോഷത്വമായവരെ തിരഞ്ഞെടുക്കാൻ കർത്താവ് തയ്യാറായി. ഇന്ന് രാത്രിയിലും ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധ്യതയുമില്ലെന്ന് അധ്യാപകൻ എഴുതി തള്ളിയ, മാതാപിതാക്കൾ എഴുതി നൽകിയ, കൂട്ടുകാരെഴുതി തള്ളിയ, സമൂഹം തള്ളിയ ചിലതിനെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച്, നിന്റെ സാധ്യതകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരു ഭാഷ ഗലീലക്കാർക്ക് അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷ തന്നെ യേശു സംസാരിച്ച കൂടുതലും. അരാമ്യ ഭാഷയിൽ യേശു ഒരു ചെറിയ ഉപമ പറഞ്ഞു. എന്താ ഉപമ? ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. എല്ലാവർക്കും മനസ്സിലായില്ലേ? എനിക്കും മനസ്സിലായി. സിമ്പിളല്ലേ? അതിൽ കുറച്ച് വഴിയുടെ അറമ്പി വീണു. കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി, പറവ കുത്തിക്കൊണ്ടുപോയി. കുറച്ച് മുള്ളിനിടെ വീണു. മുള്ളി ഞെരുക്കുകയാൽ വളർന്നു വന്നെങ്കിലും ഫലം കായ്ച്ചില്ല. കുറച്ച് പാറയുടെ മണ്ടയ്ക്ക് വീണു, മണ്ണില്ലാതെ വെയിലടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി. കുറച്ച് നല്ല നിലത്ത് വീണു, അത് 100 മേനി. നമുക്കെല്ലാം മനസ്സിലായില്ലേ? ഞാൻ അതിൻ്റെ ഹീബ്രു പറയണ്ടല്ലോ. ഹലോ, ഇനി ഗ്രീക്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. സിമ്പിളല്ലേ? കർത്താവിൻ്റെ ഉപമയെല്ലാം സിമ്പിളായിരുന്നു. കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്ക് കർത്താവ്. കാരണം ഈ ഗലീലക്കാർക്ക് പിടികിട്ടണ്ടേ? ഹലോ, കർത്താവ് പറഞ്ഞെല്ലാം വളരെ ലളിതമായ ഭാഷയിലാണ് പറഞ്ഞത് കേട്ടോ. ആ ഭാഷ പറഞ്ഞ് വൈകിട്ട് ഇവരെല്ലാം കൂടെ തനിച്ചിരിക്കുമ്പോൾ അടുക്ക് വന്ന് ചോദിച്ചു, കർത്താവേ പകല് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്? അതായിരുന്നു ഗലീലക്കാര്. മനസ്സിലായോ? ഇത്ര സിമ്പിളായ ഒരു ഉപമ പറഞ്ഞിട്ട് അരാമ്യ ഭാഷയിൽ അവരുടെ മാതൃഭാഷയെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്തില്ല? പിടികിട്ടിയില്ല. അവരെയാണ് കർത്താവ് ശിഷ്യന്മാരാക്കിയത്. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ള പുള്ളി രാത്രി വീട്ടിൽ വന്നായിരുന്നു. പുള്ളി ഇച്ചിരി പാണ്ഡിത്യമുള്ള ആളും ജനത്തെ പഠിപ്പിക്കുന്ന ശാസ്ത്രീയ. പുള്ളി രാത്രി വന്ന് പറഞ്ഞ്, കർത്താവേ നീ ദൈവത്തിനടുക്കെന്ന് വന്നിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെ, ഈ അത്ഭുതം ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. വേണമെങ്കിൽ അവനോട് പറയാറുണ്ട്, എന്നെ അനുഗമിക്ക്, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവര്. അവനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കാൻ പറഞ്ഞു. പാൻ പറഞ്ഞു. അപ്പോൾ ഇച്ചിരി വിവരമുള്ള വന്നപ്പോൾ അവനെ പുതുതായി ജനിക്കാൻ പറഞ്ഞു വിട്ടല്ല, ശിഷ്യനാക്കിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നിട്ട് ഈ കാര്യം പറഞ്ഞ ലളിതമായ മാതൃഭാഷയെ പറഞ്ഞ മനസ്സിലാകാത്ത 12 പേരെ തിരഞ്ഞെടുത്തു. അവരെയും കൊണ്ടാണ് കർത്താവ് ശുശ്രൂഷകൾ ആരംഭിച്ചത് കേട്ടോ. അവരോടാ പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്ന്. അവർ പറഞ്ഞു, കർത്താവ് നേരം സന്ധ്യയായി. കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. കാറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശക്തമാകാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അക്കരയ്ക്ക് പോകുന്ന അത്ര നല്ലതല്ല. അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ യേശു ഇതൊന്നും ചോദിച്ചില്ല. ഇങ്ങോട്ടൊന്നും പറയണ്ട, പടകെടുക്കാൻ പറഞ്ഞു. പടകെടുത്ത പാടെ യേശു അതിലോട്ട് കയറിയ പാടെ അമരത്തോട്ട് തലയണ വെച്ച് യേശു സുഖമായിട്ട് ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, പകലത്തെ തിരക്കുള്ള ശുശ്രൂഷയ്ക്കിടയിൽ ഇനിയും ബന്ധപ്പെടുത്തേണ്ട, ഉറങ്ങിക്കോട്ടെ. കാറ്റ് ശക്തമായി തിര അടിച്ച് പടകിനകത്ത് കയറി പടക് മുങ്ങാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഇവർ തുഴയാൻ തുടങ്ങി. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം എല്ലാം കുഴഞ്ഞതല്ലാതെ പടകെങ്ങും എത്തിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അകത്തേശു ഉണ്ടായിട്ടും ഇവർ കുറെ കുഴഞ്ഞതല്ലാതെ എങ്ങും എത്തിയില്ല, മറുകര എത്തിയില്ല. ഹല്ലേലൂയ. രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവർ യേശുവിനെ ഉയർത്തി ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റിട്ട് പറഞ്ഞു, കാറ്റേ അടങ്ങ്. അവൻ കാറ്റിനെ ശാസിച്ചു. ഒരു സ്തോത്രം ചെയ്യണം. ഈ തിരയിളക്കി വിടുന്ന, ഈ തിരയടിച്ച് പടകി കയറ്റി വിടുന്ന, അക്കരെ പോകേണ്ടവരെ പാതി വഴി മുക്കിക്കൊല്ലാൻ തുടങ്ങുന്ന, പിൻപിൽ വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന ആ കാറ്റിനെ യേശു ശാസിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും നിന്റെ പ്രശ്നങ്ങളുടെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്. നിന്റെ തലമുറയെ തകർക്കുന്നതിന്റെ പുറകിൽ, നിന്റെ നന്മയെ മുടിക്കുന്നതിന്റെ പുറകിൽ വെളിപ്പെടാതെ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ശാസിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ.
ഹല്ലേലൂയ. കർത്താവ് ഈ തിരയിളകാൻ കാരണമായ, പടകുലയ്ക്കാൻ കാരണമായ, തുഴഞ്ഞു കുഴയാൻ കാരണമായ, വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന കാറ്റിനോട് ശാസിച്ചു. കടലിനോട് പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. കാറ്റടങ്ങി, കടൽ ശാന്തമായി. അവരക്കരെ എത്തി. അവരക്കരെ ഒരല്ലേലൂയ പറയണം. ഇറങ്ങി തിരിച്ച നിന്നെ, യേശുവിൻ്റെ വാക്ക് കേട്ടിറങ്ങി തിരിച്ച നിന്നെ മറുകര എത്തിക്കാതെ പാതി വഴിയിൽ നിന്നെ, നിന്റെ കുടുംബത്തെയും ഉലച്ചു കളയാൻ, തകർത്ത് കളയാൻ വ്യാപരിക്കുന്ന ചില പോരുകളെ 56-ാം കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് വെട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. നിന്റെ സുഖകരമായ ആത്മീക മുന്നേറ്റങ്ങൾക്കും യാത്രയ്ക്കുമെതിരെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ആഗ്രഹമാണ് വല്ല വിധേനയും അക്കരെ എത്തണം. പക്ഷെ യേശുവിൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ട പലതിനെയും പാതി വഴിയിൽ മുക്കിക്കളയാൻ, കുടുംബത്തോടെ മുക്കിക്കളയാൻ, ശുശ്രൂഷകരെ ഒന്നിച്ചു മുക്കിക്കളയാൻ, പ്രൈസ് ദി ലോർഡ്, ഇന്നലകളിൽ ശോഭിച്ചു നിന്ന പലതിനെയും, ഇന്നലകളിൽ വേദികളിൽ തിളങ്ങിയ പലതിനെയും അടുത്ത വേദിയിൽ എത്തും മുമ്പേ പാതി വഴിയിൽ മുക്കിക്കളയുവാൻ മറഞ്ഞു നിന്ന് ആഞ്ഞടിക്കുന്ന ചില കാറ്റിന്റെ ഗതികളെ, അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ ഈ രാത്രി ദൈവാത്മാവ് വെട്ടിമാറ്റുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുകയോ. ഹല്ലേലൂയ. അക്കരെ എത്തിക്കത്തരുന്ന പിശാച് വാത് കെട്ടിയെങ്കിലും അക്കരെ എത്തി. ഒരല്ലേ പറഞ്ഞേ, ഞങ്ങൾ അക്കരെ എത്തുമെന്നൊന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളിനോട് പറ, ഞാൻ അക്കരെ എത്തുമെന്ന് പറ. എൻ്റെ ശുശ്രൂഷ തികയ്ക്കുമെന്ന് പറ. എൻ്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കുമെന്ന് പറ. ഈ രാത്രി വിട്ടുകൊടുക്കരുത് ദൈവമക്കളെ. അല്ലെ അവൻ്റെ കോക്കാമ്പീച്ച് കണ്ട് നീ വിട്ടുകൊടുക്കരുത്. നീ പറ, വിളിച്ചത് ദൈവമാണെങ്കിൽ, അഭിഷേകം തന്നത് ദൈവമാണെങ്കിൽ, ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ, ആ വാഗ്ദത്തം കാണുന്നത് വരെ എടാ ദുഷ്ടപിശാചേ, എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. അക്കരെ എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നൂല് ബന്ധം തുണിയില്ലാതെ, ശരീരമാസകലം മുറിഞ്ഞ പാടുകളുമായി ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചു. അവൻ വിളിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ബന്ധിക്കോസുകാരൊക്കെ വിളിക്കുന്നതിനെക്കാട്ടി മാന്യമായ ഭാഷയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്തത് ഈ പിശാച. ഹലോ, നമ്മൾ നമ്മുടെ മടിയിലിട്ട പേര് പോലെ നീയെന്നും അവനെന്നും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹലോ, ഈ തമിഴ്നാട്ടുകാർ കാണിക്കുന്ന മാന്യതയെങ്കിലും ദൈവമക്കൾ കാണിക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. സ്തോത്രം. അവർ ദൈവത്തെ വിളിക്കുന്ന കേട്ടാൽ തന്നെ ദൈവം ഇറങ്ങി വരും. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിൻ്റെ കൂട്ടം വിളിക്കുന്നത്, കർത്താവേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ, നിന്റെ വാഗ്ദത്തത്തിൽ അങ്ങനെ ഇല്ലയോ, നീയെന്നും നിന്റെ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ വരുട്ടി. ഹലോ, ഒരല്ലേലിയ പറഞ്ഞേ. അയ്യോ, നിന്റെ മടിയിലിട്ട പേരൊന്നും അല്ല കേട്ടോ, പരമോന്നതനായ ദൈവമല്ലേ, മഹത്വത്തിൻ്റെ പൂർണ്ണതയല്ലേ, സ്വർഗത്തിൻ്റെ മണിമകുടമല്ലേ, തേജസ്സിന്റെ പ്രഭയല്ലേ, തത്വത്തിന്റെ മുദ്രയല്ലേ. ഓ ഹല്ലേലൂയ. സൂര്യനെക്കാട്ടി ശോഭയുള്ളവനല്ലേ. നീ കുറച്ച് മാന്യതയോടെ വിളിക്കുന്ന നല്ലത്. പോട്ടെ, ഈ പൈശാചിക ശക്തികൾ വന്നിട്ട് വിളിക്കുകയാണ്, മഹോന്നതനായ ദൈവപുത്ര, സമയത്തിന് മുമ്പേ എന്നെ ജനിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലെ ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു മകൻ, ദൈവത്തിന് ഭാവി പദ്ധതിയുള്ള ഒരു മകൻ. ഇവനാണ് ഗലീലയിലെ 20 പട്ടണങ്ങളിൽ
10 പട്ടണങ്ങളായ ദെക്കപ്പോലി ദേശം. ദെക്കപ്പോലി എന്ന് പറഞ്ഞാൽ തന്നെ 10 പട്ടണമെന്നാണ്. സ്തോത്രം. നമ്മുടെ കോട്ടയം പോലെ, ചങ്ങനാശ്ശേരി പോലെ, ചെങ്ങന്നൂർ പോലെ, തിരുവല്ല പോലെ, പന്തളം പോലെ, അടൂർ പോലെയുള്ള ഒരു 10 പട്ടണങ്ങൾ അടങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ദെക്കപ്പോലി. ഈ ദെക്കപ്പോലി എന്ന 10 പട്ടണങ്ങളുടെ സുവിശേഷകനായി മാറേണ്ട ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളുടെ നല്ല അല്ലല്ലേ പറഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ അമ്മയുടെ ഉദരത്തിൽ ഇവൻ ഉരുവാകുന്നതിന് മുമ്പേ ഇവൻ ആരായി തീരണമെന്ന് സ്വർഗം കുറിച്ചു വെച്ചൊരു ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുക്കന് കരപ്പം വന്നപ്പോൾ അമ്മ നേർന്നതല്ല, ചെറുക്കന് പിത്തശൂല വന്നപ്പോൾ അച്ഛൻ നേർന്നതല്ല, പോളിയോ വന്നപ്പോൾ അമ്മ അച്ഛനും കൂടെ കൈപിടിച്ച് സമർപ്പിച്ചതല്ല. ഇവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗം ഇവനെ കണ്ടതാണ്. എന്റെ ഭാവി പദ്ധതികൾക്ക് പ്രയോജനപ്പെടേണ്ട ഒരു ചെറുപ്പക്കാരൻ. ഇന്ന് രാത്രി ആരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ദൈവത്തിന്റെ നിഘണ്ടുവിൽ നിനക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ തലമുറയ്ക്കൊരു പദ്ധതിയുണ്ട്. നീ ഒത്തിരി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവനെ പിടിച്ചെടുക്കണം. എടുത്താൽ അവൻ നാളെയുടെ നീളകളിൽ ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇവനെ മാനസിക രോഗിയായി. മാനസിക രോഗം വരാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇവനെ പഠിക്കാൻ വിട്ട കോളേജിലെ പിള്ളേർ ഇവനെ റാഗിങ് ചെയ്താൽ മതി. ഹലോ, നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർന്ന് ചെറുക്കനെ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ നമ്മൾ വണ്ടിയെ കൊണ്ടോട് വിടുന്നു, വണ്ടിയെ തിരിച്ചു വരുന്നു, വണ്ടിയെ കയറുന്നതിന് വരെ ബാഗ് കൊണ്ട് കൊടുക്കുന്നു, വണ്ടി നടക്കുമ്പോൾ ബാഗും കൂടെ നമ്മൾ മേടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ചെറുക്കൻ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി വെച്ച് ബാംഗ്ലൂരിലോ കോഴിക്കോടോ, ഇപ്പോൾ ആ ചെറുക്കൻ ചത്ത സ്ഥലപ്പേരുന്നവന് കണ്ണൂർ മുകളിൽ നിന്ന് ചാടി ചത്തിരി പോയി, അറിയത്തില്ല പോട്ട്. സ്തോത്രം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്ന് പെട്ടാൽ മതി. ഹലോ, പാട്ടറിയാത്തതുകൊണ്ട് പാടാൻ പറയും. അവന് പാടാൻ അറിയത്തില്ല, പാട്ട് പാടി ഒത്തില്ലെങ്കിൽ അവൻ്റെ അടി കൊടുക്കും. ഡാൻസ് കളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറയും, കളിച്ചില്ലെങ്കിൽ അവൻ്റെ അടി കൊടുക്കും. 2 അടി ചെവിക്കലിന് കൊള്ളുമ്പോൾ അവൻ ആകെപ്പാടെ ടെൻഷനായി, പേടിയായി, ഭയമായി, ഭ്രാന്താവും. സ്തോത്രം. പിന്നെ അവൻ പല്ല് തേക്കത്തില്ല, ഉടുപ്പലക്കത്തില്ല, കുളിക്കത്തില്ല, മീശ പഠിക്കത്തില്ല. നമ്മുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ കണ്ടില്ലേ, മീശ പഠിക്കാതെയും പല്ല് തേക്കാതെയും ഒക്കെ നടക്കും. നമുക്ക് തോന്നും പാഷനാണ്, പാഷനാണ്, ബോധം പോയതാണ്. ഒരല്ലി പറഞ്ഞ് നമ്മൾ മിണ്ടുന്നില്ല. പലതിൻ്റെ സുബോധം പോയി കിടക്കുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ കൊച്ച് പേർഷ്യ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അമേരിക്കയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, സുബോധം കിട്ടണമെന്ന് എല്ലാം നല്ല സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. എൻ്റെ കൊച്ചു വിദേശത്തൊന്നും പോയില്ലെങ്കിലും, മഞ്ഞ് പെയ്യുന്ന ദേശത്ത് പോയില്ലെങ്കിലും അവന് സുബോധം കൊടുക്കണേ എന്നെല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം. ഒരല്ലലിയെ പറഞ്ഞേ. അപ്പൊ ഇവനെ ഇവിടെ വന്നിട്ട് ഇപ്പം വീട്ടിൽ കയറി മുറിക്കകത്ത് കയറി കഥ കടച്ചു. വെളിയിലകത്തില്ല, ഭയമാ ഭീതിയാ. അവനകത്ത് കയറി കഥ കടച്ചു. ആരോടും പറയാതെ ഈ ആൻറ്റി ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ കൊച്ച് കോളേജിലോട്ട് 2 ദിവസമായിട്ട് പോകുന്നില്ല, ലീവിന് വന്ന, പക്ഷേ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല, മുറിക്കകത്തിരിക്കുക, ആഹാരം വേണ്ടതുപോലെ കഴിക്കുന്നില്ല, വിളിച്ചാൽ വിളിയേക്കുന്നില്ല, വർത്താനമൊന്നും പറയുന്നില്ല. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആൻറ്റിയോട് പറയണ്ട. ഏതാൻറ്റി? പാസ്റ്ററുടെ ഭാര്യയോട് പറയണ്ട, പാസ്റ്റർ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ആൻറ്റി പറഞ്ഞ് ലേഡീസിൻ്റെ ഗ്രൂപ്പിനകത്തൊക്കെ പറഞ്ഞിട്ടൊരു വിഷയമാക്കണ്ട, തൽക്കാലം നമ്മൾ 2 പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പാസ്റ്ററെ വിളിപ്പിച്ചു, പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ചെറുക്കൻ അമ്മയ്ക്കിട്ടൊരു അടിയും കൊടുത്തിട്ട് കഥകും തുറന്നിറങ്ങി ഓടിപ്പോയി. ഹലോ, ഓടിപ്പോയപ്പോൾ നാട്ടുകാർ പിടിച്ച് കെട്ടി. ഇപ്പോൾ ആൻറ്റി അറിഞ്ഞോ? ഒന്നും മിണ്ടുന്നില്ല. നാട്ടുകാരറിയുന്നതിന് മുമ്പ് വീട്ടുകാരറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലേ? പ്രൈസലോ. അങ്ങനെ ഓടിപ്പോയവനെ പിടിച്ചുകൊണ്ട് നല്ല ചികിത്സ കിട്ടുന്ന ആശുപത്രി കൊണ്ടയാക്കി. അവർ കൊണ്ട് സെല്ലിനകത്തിട്ടു. എവിടെ ഇട്ടു? സെല്ലിന്. അവിടെ നല്ല ആമ്പിള്ളേർ നിൽപ്പുണ്ട്, അവന്മാർ കൈകാര്യം ചെയ്യും കേട്ടോ. നമ്മുടെ ആയിരിക്കും ചികിത്സ മാത്രം, നല്ല അടിയൊക്കെ കൊടുക്കും. നമ്മുടെ കൊച്ചുങ്ങളെ നമ്മളിന്നൊരു ഈർക്കലി കൊണ്ട് പോലും അടിച്ചിട്ടില്ല, വേദോത്സവം വായിക്കാൻ പറഞ്ഞ് അടിച്ചിട്ടില്ല, ആഹാരം കഴിക്കാൻ പറഞ്ഞ് അടിച്ചിട്ടില്ല, സൺഡേ സ്കൂളിന് പോടാന്ന് പറഞ്ഞ് അടിച്ചിട്ടില്ല. അടിക്കണ്ട, അടി ആമ്പിള്ളേർ കൊടുത്തോളും. നിങ്ങൾ മിണ്ടുന്നില്ല. തൊടുപുഴ കൊണ്ടിട്ടാൽ അവിടെ അടി കിട്ടും. ഹലോ, നമ്മുടെ കാശും മേടിക്കും. നമ്മുടെ കാശ് മേടിച്ചിട്ട് പിള്ളേർക്ക് എന്താ കൊടുക്കും? പറ എല്ലാവരും കൂടെ. അതിനൊക്കെ മുമ്പേ നീ അങ്ങ് മുട്ടുമടക്കാമേ പ്രശ്നം അങ്ങ് തീരും കേട്ടോ. നാട്ടുകാരും കാണാതെ നിന്റെ കാശ് മേടിച്ച് അവനെ തല്ലുന്നതിന് മുമ്പേ നീ അവന് വേണ്ടി മുഴങ്കാലും മടക്കിയാൽ നിന്റെ തലമുറയ്ക്ക് സുബോധം വരും കേട്ടോ. ഹല്ലേലൂയ. ഞാൻ വേഗം മടങ്ങി വരട്ടെ. ഇങ്ങനെ ഈ ചെറുക്കൻ പോയി അവനെ ചങ്ങല കൊണ്ട് അവരെന്ത് ചെയ്തു? ബന്ധിച്ചു. അവൻ ചങ്ങല ഉരുമി പൊട്ടിച്ചു, വസ്ത്രം അരിച്ചു കളഞ്ഞു. അവൻ വീട് വിട്ട്, സെല്ല് വിട്ട്, ഹോസ്പിറ്റൽ വിട്ട് ഇറങ്ങി ഓടി.
ആ ഓട്ടത്തിൽ അവൻ ചെന്ന് നിന്നത് ശവക്കുഴിക്കകത്ത. ഒരല്ലേ പറഞ്ഞേ, സമയമെത്തും മുമ്പേ, ആയുസ് തീരും മുമ്പേ ശവക്കുഴി കൊണ്ട് നിർത്തുന്ന ഒരു വ്യാപാരം. ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വീട്ടിൽ മാന്യമായ ജീവിച്ച ചെറുക്കനെ അപ്പന്റെ സ്വത്ത് മേടിച്ച് വെച്ച് പന്നിക്കൂട്ടി കൊണ്ട് നിർത്തുന്ന മറ്റൊരു വ്യാപാരം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നേരെ ചൊവ്വേ അപ്പന്റെ കീഴിൽ പാർക്കേണ്ട ചെറുക്കൻ ഇപ്പൊ പന്നിക്കൂട്ടി പോയി കിടക്കുക. ഹല്ലേലൂയ. മറ്റൊരുത്തൻ വീട്ടിൽ മര്യാദയ്ക്ക് കിടന്നവനാ, അവൻ രാത്രി പോയി എരിഹോ കള്ളന്മാരുടെ ഗുഹയ്ക്കകത്ത് കയറി അടിയും കിട്ടി, തുണിയും പോയി, മുറിവുമേറ്റ് അർത്ഥനഗ്നനായി അർത്ഥപ്രനായി കിടക്കുക. ഇന്ന് രാത്രി എല്ലാത്തിനെയും തിരിച്ചു പിടിക്കണമെങ്കിൽ യേശു അവിടെ വരണം. നല്ലവര് മാത്രം ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കണമെങ്കിൽ മാന്യമായി ജീവിക്കേണ്ട ചെറുക്കനാ, ഇഷ്ടംപോലെ സ്വത്തുണ്ട് അപ്പന്, നല്ല മാന്യനായ ഒരു അപ്പൻ. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. പല വീട്ടിലെ പ്രശ്നം ചത്തു, അച്ഛനും ചത്തു, അമ്മയും ചത്തു, വസ്തുക്കെല്ലാം കിടക്കുന്ന വല്യപ്പൻ്റെ പേരിൽ ഒന്നും എഴുതി കൊടുക്കാതെ അയാൾ പോയി. സ്തോത്രം. അന്ന് അയാൾ ചത്തു കഴിഞ്ഞപ്പോൾ അമ്മയിൽ എഴുതിക്കൊണ്ട് അമ്മ എഴുതി കൊടുത്തില്ല. ഈ പിള്ളേരെ അറിയാവുന്നതുകൊണ്ട് അമ്മ എഴുതി കൊടുത്തില്ല. ഇപ്പം വസ്തു പേരിലാക്കാൻ ഒക്കുമോ? മരണ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പിള്ളേർ മറന്നുപോയി. ഇനി പിള്ളേർക്ക് ലോൺ എടുക്കാൻ ഒക്കുമോ? ഹലോ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ പ്രയോജനം? പക്ഷേ ഈ അപ്പൻ വളരെ മാന്യന. ഈ ചെറുക്കൻ മെച്ചറാകുന്നതിന് മുമ്പേ ചെന്ന് അപ്പനോട് പറഞ്ഞപ്പാ, എനിക്ക് ന്യായമായി വരാനുള്ളത് തരണം. എന്തോ കൃത്യമായ ചോദ്യമാണ്. ഒരല്ലേ പറഞ്ഞേ, എനിക്കില്ലാത്തൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വരാൻ ന്യായമായിട്ടുള്ളത് എനിക്ക്. ചോദ്യം കറക്റ്റ് ആയതുകൊണ്ട് അപ്പൻ പറഞ്ഞ് തന്നേക്കാവണമെന്ന് പറഞ്ഞു. ചോദ്യം കറക്റ്റ് ആകാറുണ്ട് പലതും കിട്ടാത്ത. നീ ആർത്തി വെച്ച് ചോദിക്കാതെ കാര്യം ന്യായമായിട്ട് ചോദിക്ക്, നല്ലപോലെ കർത്താവ് തരും. ഒരല്ലിയ പറയണം കേട്ടോ. അപ്പൊ ഇവൻ അപ്പൻ നേരെ ചെന്നും വെച്ച് സ്വത്ത് രണ്ടാക്കി. 2 പിള്ളേരെ ഉള്ളെങ്കിൽ രണ്ടാക്കിയിട്ട് ഇവന്റെ വീതം എഴുതി കരം തീർത്ത് പേര് കൂട്ടി കൈ കൊടുത്തു. ഹലോ, അത് മാന്യനായ അപ്പൻ്റെ ചുമതലയെന്ന് പറഞ്ഞു. പിന്നെ ചെറുക്കൻ വില്ലേജിൽ പോയി ക്യൂ നിൽക്കാനും ചത്തോറുടെ എല്ലാ സർട്ടിഫിക്കറ്റ് ഒന്നും പോകണ്ട, അപ്പൻ പേര് ചേർത്ത് കരം തീർത്ത് രസീത് കൊണ്ട് കൊടുത്തു. ചിലർ എഴുതി കൊടുത്താലും പാരയാണ്. അവരെഴുതി കൊടുക്കുമ്പോൾ പറയും, ഇവൻ്റെ കാലശേഷം അതെല്ലാം തിരിച്ചെനിക്കായിരിക്കും എന്ന് പറയും. ഹലോ, കാരണം അവൻ ചത്താലും ഞാൻ ചാകത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി എഴുതി കൊടുക്കുന്നത്. ഇനി ചിലർ ഒപ്പിച്ചെഴുതി കളയും. ഒപ്പിച്ച് മേലാദായം അമ്മയ്ക്കും കീഴാദായം അപ്പനും. മേലാദായം എന്തുവാ? പാക്കും തേങ്ങായും റംബൂത്താനും കൊക്കോയും എല്ലാം അമ്മയ്ക്ക്, ഒട്ടുപാലും ഷീറ്റും എല്ലാം അപ്പന്. പിന്നെ ഇവൻ എന്തൊക്കെ ഉണ്ട്? ഹലോ, അപ്പൊ ചിലർ ഒപ്പിച്ചെഴുതും. ഇതിങ്ങനൊന്നും അല്ല. ഈ അപ്പൻ വളരെ മാന്യനാ. നല്ലൊരു അപ്പനെ അവന് കിട്ടിയെന്ന് സ്വോത്രം പറഞ്ഞേ. നല്ല സ്വോത്രം പറയണമെന്നേ. അയ്യോ, നല്ലൊരു വിവരമുള്ള അപ്പനെ കിട്ടിയത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൻ നേരെ പോയി സ്വത്ത് രണ്ടാക്കിയിട്ട് ചോദിച്ചോനും കൊടുത്തു, ചോദിക്കാത്തോനും കൊടുത്തു. മറ്റേ ഇതൊന്നും വിഷയമല്ല. അവന് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലേലും കുഴപ്പമില്ല. പക്ഷേ അവനും കൊടുത്തു നേർപകുതി, ഇവനും നേർപകുതി അവനും കൊടുത്തു. ഇവനെ കിട്ടിയപ്പോൾ തന്നെ അത് വിറ്റ് സ്വന്തമാക്കാനുള്ള അധികാരത്തോടാണ് കൊടുത്തത്. അവനെല്ലാം വിറ്റ് സ്വന്തമാക്കി. അവൻ നേരെ പോയി സ്വത്ത് നാനാവിധമാക്കിയെന്ന്. അവിടെ ഞാൻ നിൽക്കുന്നില്ല. ഈ വേർക്കാതെ ഉണ്ടാക്കിയതെല്ലാം കൂടെ നാനാവിധമാകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പം കഷ്ടപ്പെട്ട് വയറ് മുറുക്കി കൊടുത്ത് ചെണ്ടമുറിയും കപ്പയൊക്കെ തിന്നുണ്ടാക്കിയ കേസായത്. ചാണകം മാരിയും പോച്ച പറിച്ചും പശുവിനെ വളർത്തിയും റബ്ബർ വെട്ടിയും ഒട്ടുവാലി കെട്ടിയും കൈ നാറിയൊക്കെ ഉണ്ടാക്കിയ പൈസയാണ്. അപ്പൻ വിശർത്ത. ചെറുക്കൻ ഒരു മുടക്കുമില്ല, ചോദിച്ച മുടക്കേ ഉള്ളൂ. കിട്ടി, വിറ്റു, കാശായി. ഒരു ചാക്ക് മണവുമായിട്ട് അവൻ പോയതാ. ഉണ്ടാക്കിയത് എങ്ങനെ പോയെന്ന് പോലും അവൻ അറിയത്തില്ല കേട്ടോ. നീ വേർക്കാതെ ഉണ്ടാക്കുന്നൊക്കെ അപ്പൻ്റെ ആണെങ്കിലും വിവരമില്ലാതെ ചെലവാക്കിയാൽ അതെല്ലാം തീരും കേട്ടോ. നിന്നെ സഹായിക്കാൻ പിന്നെ ആരും കാണത്തില്ല. ഇപ്പം നിന്നെ വിളിച്ച് സാറേ എന്നൊക്കെ, ഇപ്പം ഇവനങ്ങ് സാറായി. ഇവനാരെയും പഠിപ്പിച്ചിട്ടില്ല. ഇവൻ സ്കൂളിൽ പോയൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ ഡ്രസ്സ് മാറി, ഡ്രസ് കോഡേ മാറി. പാൻറ്റിട്ടു, ഷർട്ടിട്ടു, ഇൻ ചെയ്ത്, മോദിക്കോട്ട് പുറത്ത് ഇട്ടു. അവൻ ആൾ വലിയ കുട്ടപ്പനായി. ഇപ്പം പോകുന്നത് പണ്ട് സൈക്കിൾ പോലും ഇല്ലാത്തവൻ. ഇപ്പം അവൻ പോകുന്ന കാറേ പോകുന്നു, ഇന്നോവ എടുക്കുന്നു. എന്ന് വേണ്ട, ആകെ ബഹളമായി. നാട്ടുകാർ ഇവനെ സാറേ വിളിക്കുന്നു. ഇവനെ കൊണ്ട് വൈകിട്ട് ലോഡ്ജിപ്പാനാള്, ഹോസ്റ്റലിപ്പാനാള് എന്ന് വേണ്ട, ഭയങ്കര ആരാവാരം. ഹല്ലേലൂയ. സന്തോഷം വിചാരിച്ചെന്നും ഇങ്ങനെയാണെന്ന് കേട്ടോ. ഹല്ലേലൂയ. എല്ലാം തീർന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
അയ്യോ, എല്ലാം തീരാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് നീ മര്യാദക്കൊക്കെ ദൈവത്തെ വിളിച്ചോണം കേട്ടോ. നിന്റെ ആരോഗ്യം തീരും, നിന്റെ ആയുസ് തീരും, നിന്റെ സമ്പത്ത് തീരും, നിന്റെ സൗന്ദര്യം തീരും കേട്ടോ. ഇപ്പം നിന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യുന്ന പലരും നാളെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇതെല്ലാം പോകാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് നീ കിട്ടുന്ന സമയം ദൈവത്തെ സേവിച്ചോണം കേട്ടോ. ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ പിന്നൊന്നും പേടിക്കണ്ട. ധൈര്യത്തോടെ പറയണം, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. പിശാചിന് എന്നോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ ചെന്നങ്ങ് പന്നിക്ക് കൂട്ടിച്ചെന്നു. എനിക്കൊരു സന്തോഷം, അവിടെ വെച്ചാണെങ്കിലും സുബോധം വന്നല്ലോ. പന്നിക്കൂട്ടി വെച്ചാണെങ്കിലും. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് പ്രാർത്ഥിക്കേണ്ടത്, ചെറുക്കൻ MBBS എടുത്തില്ലേലും കുഴപ്പമില്ല, MD ആയില്ലേലും കുഴപ്പമില്ല, BSc കഴിഞ്ഞ് MSc എടുത്തില്ലേലും കുഴപ്പമില്ല, BTech കഴിഞ്ഞ് MTech എടുത്തില്ലേലും കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞിന് സുബോധം വരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തെ വിളിക്കാനുള്ള സുബോധം, ഹല്ലേലൂയ പറഞ്ഞില്ല, ദൈവത്തെ ആരാധിക്കാനുള്ള സുബോധം, മാതാപിതാക്കളെ അനുസരിക്കാനുള്ള സുബോധം, ദൈവദാസന്മാരെ സ്നേഹിക്കാനുള്ള സുബോധം എൻ്റെ തലമുറയ്ക്ക് കൊടുക്കണേന്നൊന്ന് പ്രാർത്ഥിച്ചോര് ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി സുബോധം നഷ്ടപ്പെട്ട തലമുറയിൽ സുബോധമുള്ളൊരു തലമുറ ദൈവസഭയ്ക്കകത്തുണ്ടാകണം. ഒരു ഹല്ലേലൂയ പറയണം കേട്ടോ. സുബോധമുള്ള തലമുറയാണ് ആരാധനയിലേക്ക് മൊബൈലിനകത്ത് കളിക്കത്തില്ല. അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് വിടത്തില്ല. സ്തോത്രം. അവൻ ആരാധനയ്ക്കിടയ്ക്കിരുന്നുകൊണ്ട് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പിന്നെ ഹാർട്ടിൻ്റെ ചലിക്കുന്ന പടവും ഒന്നും ഇടത്തില്ല. ഹലോ, അതെങ്ങനെയാ പാസ് അറിഞ്ഞെന്ന് ഒരല്ലേലിയ പറഞ്ഞേ. എടാ, ഇവൻ എന്തില്ല, ദൈവഭയമില്ല. എനിക്ക് ആ ക്രൂശേ കിടക്കുന്ന കള്ളനോട് ഭയങ്കര ബഹുമാനാണ് കേട്ടോ. അവൻ ക്രൂശേ കിടക്കുക 5 മിനിറ്റ് അവൻ ചാകാൻ പോവാണെങ്കിലും അവന് ദൈവത്തെ ഭയമുണ്ടായി. ഹല്ലേലൂയ. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും പലർക്കും ദൈവഭയമില്ല. ദൈവഭയമില്ലാത്തതുകൊണ്ടല്ലേ കസാറയെടുത്ത് വിശ്വാസിയെ തല്ലുന്നു, വിശ്വാസിയും വിശ്വാസി തമ്മിൽ തുണി പറിച്ചുകൊണ്ട് ഓടുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. എടാ കുഞ്ഞെ, നിന്നെ വിളിച്ചത് ഇവിടെ സഭയ്ക്കകത്ത് ഗുണ്ടയാകാനല്ല, നിന്നെ വിളിച്ചത് ഒരു ടെററിസ്റ്റ് ആകാനല്ല, നിന്നെ വിളിച്ച ക്രിസ്തുവിന്റെ മണവാട്ടിയാകാനാ. ഇന്നലെ സഭയെന്ന് പറയുന്നത് കുറെ ഗുണ്ടകളുടെ കൂട്ടമല്ല, സഭ മണവാട്ടിയുടെ കൂട്ടമാ. സന്തോഷമുള്ളവരെ മാത്രമാ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോ. സഭ ദൈവത്തിന് വിശുദ്ധമോ. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. മറ്റൊരു ചെറുപ്പക്കാരൻ വീട്ടിൽ മാന്യമായി ജീവിച്ചോന, അവൻ അപ്പൻ അറിയാതെ അമ്മ അറിയാതെ എല്ലാം സ്വരൂപിച്ചൊരു പാണ്ടക്കെട്ടാക്കിയിട്ട് ഒരു രാത്രി കട്ടിലേല് തലവട 2 നേരെ വെച്ച് മണ്ടയ്ക്ക് പുതപ്പും വെച്ച് വിരിച്ചേച്ച് അവൻ ഇറങ്ങിപ്പോയി. അമ്മ വന്ന് നോക്കുമ്പോൾ എല്ലാം കട്ടിലേ ഇവൻ കിടപ്പുണ്ട്. സ്വത്രം. കടലേ കിടക്കുന്ന 2 തലവണയും പുതപ്പും. അത് അമ്മ അറിഞ്ഞില്ല. പാവം, പഴയ കാലത്തെ പാവപ്പെട്ട അമ്മമാരല്ലേ. ഇവനൊരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിറങ്ങി ആരും അറിയാതെ പോയി. ആ പോക്ക് പോയത് ഇവൻ വിചാരിച്ചു നന്നാകാൻ പോയതാ. എന്തിനു പോയതാ? പിന്നെ ഗുണം പിടിക്കാൻ പോയതാണ്. അപ്പൻ്റെ സന്നിധിയിൽ അകലുന്ന സൂക്ഷിച്ചോണം. സ്വതന്ത്രം പറഞ്ഞേ. നിനക്ക് തോന്നും അപ്പൻ്റെ കൂടെ നിൽക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വഴക്ക് പറയും, ഇങ്ങോട്ട് പാടാ, എടുക്കടാ, പഠിക്കടാ, പ്രാർത്ഥിക്കടാ, സൺഡേ സ്കൂളിന് പോടാ, ആരാധനയ്ക്ക് പോടാ, വായിച്ചോടാ എന്നൊക്കെ ചോദിക്കുന്ന അപ്പൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ശാസനയൊന്നും കേൾക്കാതെ സ്വതന്ത്രമായി പോയതാ. വിഹരിക്കാനായിട്ട് ചെന്ന് കയറിയത് കള്ളന്മാരുടെ കയ്യിലോട്ട്. എഴുതിയേക്കുന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടെന്ന ഒരു സ്വതന്ത്രം പറയണം. ഇന്ന് രാത്രി ഒന്നാമത് പ്രാർത്ഥന സുബോധമാണ്. എല്ലാവരും പറഞ്ഞേ. കേട്ടില്ല. എൻ്റെ തലമുറയ്ക്ക് സുബോധം വരാൻ പറഞ്ഞ മാതാപിതാക്കൾക്ക് ആദ്യം എന്തോ വരണം? സുബോധം വേണം. സ്തോത്രം. പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയേണ്ടതൊക്കെ പറയാവൂ, ചെയ്യേണ്ടതൊക്കെ ചെയ്യാവൂ. ഒരു സ്തോത്രം പറഞ്ഞത്. ഈയിടെ ഒരു കൊച്ചി എടുക്കാൻ പ്രാർത്ഥിക്കുക, ഭയങ്കര പ്രാർത്ഥന. കർത്താവേ, എന്നെ ഇവിടുത്തെ പപ്പയാക്കണം, എന്നെ പപ്പയാക്കണം. അപ്പോൾ പപ്പ വിളിച്ചു, എന്തിനാടാ നിന്നെ പപ്പയാക്കുന്നത്? നീ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അല്ല, അപ്പോൾ ഈ പപ്പയായാൽ പിന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞു. അതിനാടാ? അല്ല, പപ്പ ഞങ്ങളോട് എന്നും പറയും വായിക്കടാ, പാടടാ, പ്രാർത്ഥിക്കടാ. പപ്പ പ്രാർത്ഥിച്ചു ഇതുവരെ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പപ്പ ആയാൽ പിന്നെ എന്ത് ചെയ്യണ്ട. അവരല്ലേ പറഞ്ഞ്. അപ്പം നീ ആദ്യം സുബോധം വരണിട്ട് വേണം പിള്ളേർക്ക് എന്നെ വരാനായിട്ട്. സ്തോത്രം. ആരും പറയുന്നില്ല. പ്രൈസ്തലോ. ഇവൻ ചെന്ന് കയറിയത് ആരുടെ കയ്യിലോട്ടാ? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ച. കർത്താവേ, എൻ്റെ തലമുറ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടരുത്.
കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചാൽ ആദ്യം പറഞ്ഞൊരു വചകമാണ്, അല്ലെങ്കിൽ കർത്താവേ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അകപ്പെടുത്താൻ നിൽക്കുക കേട്ടോ, അകപ്പെടുത്താൻ നിൽക്കുക. നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹിക്കുവാണെന്ന്. പുറമേ ചിരിച്ച് കളിച്ച് ഹല്ലേലൂയ നല്ല ഒന്നാന്തരം ഫ്രഷ് ജ്യൂസിനകത്ത് വിഷം തരുന്ന കഷായം തരുന്ന പിള്ളേരാ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് ഓർത്തോണം. മിണ്ടുന്നില്ല. വീട്ടിൽ പാല് കൊടുത്താൽ കുടിക്കാത്ത പിള്ളേർ അവിടെ ജ്യൂസ് കൊടുത്തപ്പോൾ മേടിച്ച് കുടിച്ചു. അവൻ്റെ അവസാനത്തെ കുടിയാന്ന് അവൻ അറിഞ്ഞില്ല. അതുകൊണ്ട് പിള്ളേർ അകപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു മുഷു പോലെ രാത്രി ഞാൻ സ്നേഹത്തോടെ ആത്മാവി പറയുക, നിന്റെ തലമുറയെ അകപ്പെടുത്താൻ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അകപ്പെട്ടു പോകാതിരിക്കാൻ ഈ രാത്രി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ഒന്ന്, തലമുറയ്ക്ക് സുബോധം വരാൻ; രണ്ട്, അകപ്പെടാതിരിക്കാൻ. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് നല്ലൊരു ആരാധന കർത്താവിന് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കുടിക്കാത്ത ചെറുക്കനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു, ഒരിക്കലും വലിക്കാത്ത ചെറുക്കനെ വലിപ്പിക്കുന്നു. അവൻ ചുമച്ചു മൂക്കിക്കൂടെയും വായിക്കൂടെയും കഫവും വന്ന് പുകയും വന്ന് ആകെ കുളമാകും. പക്ഷേ പിറ്റേ ദിവസം അവൻ തന്നെ വലിച്ചോടും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? സ്നേഹപാവേന വന്നിട്ട് നിന്റെ കൈയുടെ വിരലിൻ്റെ അറ്റത്ത് കുത്തിവെക്കുന്നു. അന്ന് പൈസ മേടിക്കാതെ കുത്തിവെക്കുന്നു. പിന്നെ നിനക്കിരുന്ന മുട്ടായിക്കകത്ത് അവന് ഈ സാധനം വെച്ച് ചെയ്ത് മുട്ടായി കഴിക്കുമ്പോൾ ഒരു ചെറിയ കിക്കുണ്ടാകുന്നു. പിറ്റേ ദിവസം നീ കാശ് കൊടുത്ത് എന്ത് ചെയ്യുന്നു? മേടിക്കുന്നു. ഇതെല്ലാം നിന്നെ അകപ്പെടുത്തുക കേട്ടോ. അതുകൊണ്ട് കർത്താവ് ഒന്ന്, എൻ്റെ തലമുറയ്ക്ക് സുബോധം വരണം; രണ്ട്, എൻ്റെ തലമുറയെ അകപ്പെട്ടു പോകൽ. അകപ്പെട്ടാലത്തെ കുഴപ്പം അറിയാമോ? കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു. ചെറിയതായിട്ട് പോലും വലിക്കാത്ത ഇറക്കൻ മദ്രാസിൽ പോയി കോളേജിൽ ചേർന്ന് കേട്ടോ. കോളേജിലെ പിള്ളേരും മിടുക്കന്മാരാ. അവന്മാർ കൊണ്ടുപോയി ഇവന് 10 പുത്തനുണ്ടെന്ന് കണ്ടപ്പം മനസ്സിലായി. ആദ്യം ഇവനോട് സ്നേഹത്തിന് അങ്ങോട്ട് കൊടുത്തു, രണ്ടാമത്തെ ദിവസം അങ്ങോട്ട് കൊടുത്തു, മൂന്നാമത്തെ ദിവസം പതുക്കെ ഇങ്ങോട്ട് മേടിക്കാൻ തുടങ്ങി. മേടിച്ച് കയ്യിലെ കാശ് ഇരുന്നപ്പം വാച്ച് വിറ്റ് കാശ് ഇരുന്നപ്പം മോതിരം വിറ്റ് കാശ് കിട്ടിയപ്പോൾ മാല വിറ്റു. എല്ലാം വിറ്റ് കഴിഞ്ഞപ്പം വിൽക്കാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ വീട്ടിൽ നിന്ന് പതുക്കെ പൈസ വരുത്താൻ തുടങ്ങി. അങ്ങനെ വീട്ടിലെ കാശ് തീർത്തു. അകപ്പെട്ട പതുക്കെ കയ്യിലുള്ളതെല്ലാം പോവും കേട്ടോ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞിട്ട് അവനെ വസ്ത്രം അഴിച്ചു മാറ്റി. സമ്പത്ത് പോയി, വസ്ത്രം പോയി, എന്നിട്ട് ആഴമായ മുറിവേൽപ്പിച്ച് വഴി തട്ടിയിട്ട് പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവി ദൂത് പറയുക കേട്ടോ. പുറത്തെ മുറിവാണെങ്കിൽ ഡോക്ടറെ കൊണ്ട് കുത്തിക്കെട്ടിക്കുക, പക്ഷെ പലതിൻ്റെ അകത്താ മുറിവ് കേട്ടോ. വെളി പറയാനൊക്കത്തില്ല, കാരണം നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. എല്ലാം പോയി, തുണിയും പോയി, പണവും പോയി, ഹല്ലേലൂയ, മാന്യതയും പോയി, എല്ലാം പോയി, ആഭിജാത്യവും പോയി. ഹല്ലേലൂയ, പലതും മുറിവേറ്റിരിക്കുക. ഇന്ന് രാത്രി യോഗം വെച്ചത് നിന്റെ അകത്തുണ്ടായ മുറിവായാലും പുറത്തെ മുറിവായാലും കെട്ടാൻ കരുത്തുള്ള ഒരുത്തൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. മുറിവേറ്റവൻ കിടക്കുമ്പോ യാദൃച്ഛിക പുരോഗതിന് അതുവഴി വന്നു. വരണ്ടിയിട്ട് വന്നതല്ല, യാദൃച്ഛിക വന്നതാണ്. അപ്പൊ ഇവൻ വിചാരിച്ചു നിശ്ചയമായിട്ടും ഞങ്ങളുടെ പുരോഗതിനല്ല എന്നെ സഹായിക്കുന്ന വിചാരിച്ചു. ഇവൻ ഒരുത്തനെ വഴി കിടപ്പുള്ളൂ, വേറെ 1000 പേര് ശുശ്രൂഷയാക്കാൻ കോളനിരിക്കുക. അതുകൊണ്ട് ഇവനെ തൊടാൻ പോയാൽ ശവത്തെ തൊട്ടവൻ അശുദ്ധനാവും. അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ ഒക്കത്തില്ല. തനിക്കിപ്പോൾ ഇവൻ ചാകുന്നതല്ല വിഷയം, ശുശ്രൂഷയാണ് വലുത്. ഹലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവൻ ചാകുന്നതല്ല വിഷയം. എന്താ വലുത്? ശുശ്രൂഷയാ വലുത്. അതുകൊണ്ട് അവൻ്റെ കുപ്പായത്തെ ചെളിയൊന്നും പെറാതിരിക്കാൻ അവൻ നേരെ ആലയത്തിൽ പോയി. തൊട്ടുപുറകെ ലേവ്യം വന്നു കേട്ടോ. അവന് യാദൃച്ഛിക അതുവഴി വന്നതാ. ഹല്ലേലൂയ. അവൻ വിചാരിച്ച് മറ്റോൻ പോയെങ്കിലും ലേവ്യം നിശ്ചയമായിട്ടും എന്നെ കരുതുമെന്ന് വിചാരിച്ചു. പക്ഷെ അവനും കണ്ടിട്ട് കാണാതെ മാറിപ്പോയി. നീ വിചാരിക്കുന്ന പലരും കണ്ടിട്ട് കാണാതെ പോകും കേട്ടോ. സമയത്ത് ഉതകത്തില്ല. ഒരു സ്തോത്രം പറയണം. നീ വിചാരിക്കും അവർ സഹായിക്കുമെന്ന്, നീ വിചാരിക്കും ഇവർ സഹായിക്കുമെന്ന്. ആരും സഹായിക്കത്തില്ല. അവരൊക്കെ വഴി, അവർക്ക് അവരുടെ കാര്യമാണ് വലുത്, നിന്റെ കാര്യമല്ല. നീ അകപ്പെട്ടെങ്കിൽ രക്ഷിക്കാൻ വേറെ ആരും കാണത്തില്ല കേട്ടോ. പക്ഷെ ആരും ഇല്ലെങ്കിലും ഒരു ശമരിയക്കാരൻ ദൂരെ നിന്നും വരുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മറ്റോര് വന്നിരുന്നെങ്കിൽ സിമ്പതിക്ക് കുറെ കാര്യം പറഞ്ഞു. സിമ്പതി അറിയാമോ? ഇത്ര നേരത്തെ പോകുമെന്നൊന്നും വിചാരിച്ചില്ല. ആട്ടെ, നമ്മുടെ അപ്പുറത്തെ മറിയാമ്മയുടെ ചെറുക്കനും പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ, നമ്മളെല്ലാം പ്രാർത്ഥിക്കല്ലേ, അതുപോലെ കണക്കാക്കിയാൽ മതി, സാരമില്ല. ഒന്നേ പോയുള്ളൂ, എന്നാലും നമുക്കതിന് 3 എണ്ണം ഉണ്ടല്ലോ. ഹലോ,
മിണ്ടുന്നില്ല. വന്നവൻ നമ്മുടെ കുറേ കാര്യം പറഞ്ഞ് അയലോക്കത്തെ കുഞ്ഞമ്മയുടെ കുറവും ഇപ്പുറത്തെ മറിയ മത്തായിച്ചേട്ടൻ്റെ കുറവും എല്ലാം പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തിയിട്ട് പോകും. ആരും ഗുണം ചെയ്യത്തില്ല. പക്ഷേ ശമരിയാക്കാരൻ്റെ കയ്യിൽ മുറിവിനകത്ത് പുരട്ടാൻ എണ്ണയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അകത്ത് കൊടുക്കാൻ വീഞ്ഞുണ്ട് കേട്ടോ. അവ സിമ്പതി പറയാൻ വന്നതല്ല. ഹല്ലേലൂയ. അപ്പുറത്തെ മറിയാമ്മയുടെ വീട് ചത്ത കാര്യം പറയാൻ വന്നതല്ല. അവൻ്റെ കയ്യിൽ മുറിവിനകത്ത് അകപ്പെട്ടവൻ്റെ മുറിവിൽ വെക്കാൻ എണ്ണയുമായിട്ടാണ് വരുന്നത്. വലിയ മുറിവേറ്റവൻ്റെ അകത്ത് കൊടുക്കാൻ വീഞ്ഞുമായിട്ടാണ് വരുന്നത്. നല്ല സ്തോത്രം പറഞ്ഞേ. ശത്രു അപകരിച്ച വസ്ത്രത്തിന് പകരം രക്ഷയുടെ ഉല്ലാസ വസ്ത്രം ധരിപ്പിക്കാൻ അവന്റെ കയ്യിലുണ്ട്. ഓ ഹല്ലേലൂയ. അവനെ വീഞ്ഞു പകർന്ന് എണ്ണ പകർന്ന് വസ്ത്രം ധരിപ്പിച്ച് അവന്റെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറ്റി. സ്വന്തം വാഹനത്തിൽ കയറ്റി. ചോര പുരണ്ട പിള്ളേരെ ഒന്നും ഒരുമാതിരിപ്പെട്ട ആരും വണ്ടിയെ കയറ്റത്തില്ല. കയറ്റിയാൽ ചോരയുടെ പാട് കണ്ടാലും പിന്നെ മറ്റൊരു നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇല്ലാത്ത കേസ് ഉണ്ടാക്കാൻ നമ്മളാരും എന്ത് ചെയ്യത്തില്ല പറഞ്ഞേ. പക്ഷെ ഈ സ്വന്തം വാഹനത്തിൽ അവനെ കയറ്റി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ലേവ്യൻ മാറിപ്പോയപ്പോൾ, പുരോഹിതൻ മാറിപ്പോയപ്പോൾ, അകപ്പെടുത്തിയ കള്ളന്മാർ മാറിയപ്പോൾ ഒരു ശമരിയക്കാരൻ ചേർത്ത് നിർത്തി കേട്ടോ. കഴുതപ്പുറത്ത് കയറ്റിയിട്ട് അവനെ തന്നെ മാർവോട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. ഈ ഇരിക്കുന്നവന്റെ അകത്തെ ചൂട് തകർന്നവന്റെ ദേഹത്തേക്ക് പകർന്നപ്പോൾ അവൻ അങ്ങ് ജീവൻ പ്രാപിച്ചു. ഇന്ന് രാത്രി അവനിൽ സ്പർശിക്കുന്നവനെല്ലാം ജീവനുണ്ട്. നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും സന്തോഷമുള്ളവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവല്ലാതെ. ഞങ്ങളുടെ യേശുവിനെ വിളിക്കാൻ വന്ന പടക്കം പൊട്ടി നീ ചാകണ്ട. ഹലോ, തീ ബന്ധ് നീ ചാകണ്ട. ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ വന്നതിന് ദേഹത്തൊന്നും സ്വർണം പൊളിച്ചുകൊണ്ട് പോകത്തില്ല. അവളൊന്നും മിണ്ടുന്നില്ല. കാരണം PC ചെറിയാനെ വീണ്ടെടുത്തത് വെള്ളി പൊന്നെ മുതലായ പോറ്റി അഴിച്ചോണ്ട് പോന്ന സാധനങ്ങളെ കൊണ്ടല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടായതുകൊണ്ട് ഒരു പോറ്റിക്കും അടിച്ചു മാറ്റാനൊക്കത്തില്ല. ഇന്ന് രാത്രി വീണ്ടെടുപ്പിന്റെ രക്തം നിന്റെ മേൽ വീണാൽ സന്തോഷമുള്ളവർ പേടിക്കാതെ കൈയടിച്ച് ആരാധിച്ച് ദൈവത്തിന്റെ സഭയുടെ വീണ്ടെടുപ്പ് കുഞ്ഞാടിന്റെ രക്തത്തിന്. ഓ റബലമനഗദുരജാൻ. അഭിഷേകമുള്ള ദൈവമക്കളുടെ നിമിഷം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി ചില അനാചാരങ്ങൾക്കെതിരെ, ചില അന്യാരാധന പോരുകൾക്കെതിരെ നിന്റെ കൃപ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം ശമരിയക്കാരൻ തിരിച്ചു കൊടുത്തു. വസ്ത്രം കിട്ടി, വീഞ്ഞ് കിട്ടി, എണ്ണ കിട്ടി. ഇവനെ വഴിയമ്പലത്തിൽ കൊണ്ടേ ആക്കിയിട്ട് അവിടെ നിൽക്കുന്നവൻ 2 കാശെടുത്ത് കൊടുത്തേച്ച് പറഞ്ഞടാ, ഇതുവരെ ഞാൻ ഇവനെ രക്ഷ ചെയ്തു. എന്തോ ചെയ്തു? എല്ലാവരും പറഞ്ഞ് രക്ഷ ചെയ്തു. ഞാനിപ്പോൾ പോവുകയാണ്, നീ തുടർന്ന് ഇവനെ രക്ഷ ചെയ്യണം. ഞാൻ രക്ഷ ചെയ്തു, നീ ഇവന് രക്ഷ ചെയ്യണം. അതിന് നിന്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും എടുക്കേണ്ടത്, പൈസ ഞാൻ തരിക. നീ കൃത്യമായിട്ട് ഇവന് രക്ഷ ചെയ്യണം. അധികം വല്ലതും നീ ചെലവിട്ടാൽ, അധികം വല്ലതും ഞാൻ വരും. ഞാൻ വരുമ്പോൾ കണക്ക് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ചെലവിൻ്റെ കണക്ക് നീ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഹലോ, ചെലവിൻ്റെ കണക്ക്. നിനക്ക് തന്ന സമയത്തിൻ്റെ കണക്ക് ചോദിക്കും, നിനക്ക് തന്ന ആയുസിൻ്റെ കണക്ക് ചോദിക്കും, നിനക്ക് തന്ന പണത്തിൻ്റെ കണക്ക് ചോദിക്കും, നിനക്ക് തന്ന കുടുംബത്തിൻ്റെ കണക്ക് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച പിള്ളേരുടെ കണക്ക് ചോദിക്കും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കണക്ക് ചോദിക്കുന്നവൻ വരാൻ പോകുകയാ. അവൻ പറഞ്ഞു ഞാൻ വരും, അധികം വലത് ചെലവിട്ടാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞെങ്കിൽ അവൻ നിന്നോട് കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കും എന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി കരം നന്നായിട്ടടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ PV ആശാരി ഉപദേശി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് പാടുന്നൊരു പാട്ടുണ്ട്. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടുമ്പോൾ പാടുന്ന പിള്ളേർ ഇറങ്ങിപ്പോകരുത്. എങ്കിലും അദ്ദേഹം പാടുമായിരുന്നു. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, ശരിക്കുത്തരം നൽകാൻ
നിനക്കു വല്ലതുമുണ്ടോ ശരിക്കൊരുത്തരം നൽകാൻ? നിനക്കു വല്ലതുമുണ്ടോ? വല്ല ഉണ്ടോ? കണക്കെടുത്തിന്റെ പ്രമാണി നിന്നെ വിളിച്ചു ചോദിക്കും. ഞാൻ വിട്ട് മടങ്ങി വരട്ടെ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, യേശു അക്കരെ എത്തി. ഇവന്റെ ദേഹത്ത് 1 2 6000 ഭൂതം. എത്ര? ഈ പിള്ളേരുടെ കയ്യിൽ താഴെ വീഴുന്ന ചോക്ലേറ്റ് അല്ലേ ചവന്തീനി കുറുമ്പ് പൊതിയുന്നതിൻ്റെ കൂട്ട്. വലിയ പെരുന്തേനീച്ചയുടെ ഈ അടയില് ഈച്ച പൊതിയുന്നതിൻ്റെ കൂട്ട് ഇവന്റെ ദേഹം മൊത്തം പിശാച് പൊതിഞ്ഞേക്ക് ഒരു ലഖിയോൻ. പ്രൈസലോ. ഇതെല്ലാം കൂടെ കയറുമ്പോൾ ചങ്ങല അവൻ എന്തല്ല, പ്രശ്നമല്ല. സ്തോത്രം. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുക. പല കുടുംബത്തിലെയും കരച്ചിലിന്റെ പുറകിൽ ഇരുട്ടിന്റെ വ്യാപാരമുണ്ട്. സ്തോത്രം പറയണം. സ്വസ്ഥത എടുത്തു കളയുന്ന, സന്തോഷം എടുത്തു കളയുന്ന, തലമുറയെ കൊണ്ട് അലറിക്കരയിപ്പിക്കുന്ന, ഉറക്കം കെടുത്തുന്ന ഈ വ്യാപാരത്തിൽ ഇന്ന് രാത്രി നീ കരുത്തോടെ ജയിക്കണം കേട്ടോ. അതിനാ യോഗം വെച്ചിരിക്കുന്ന. സന്തോഷമുണ്ടെങ്കിൽ ഒരല്ലേലൂയ പറഞ്ഞേ. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കടലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു ഇവനോട് മിണ്ടിപ്പോകേണ്ടത്. അതെപ്പോഴാ പറഞ്ഞത്? കാറ്റ് ശാന്തമാകാൻ പറഞ്ഞത് ഇവനോടാ. കാരണം അക്കരെ എത്തിക്കാതിരിക്കാൻ ഇവൻ കടലിൽ ചെയ്യാവുന്ന ഒക്കെ ചെയ്തു കേട്ടോ. ഇന്ന് രാത്രി നീ യോഗത്തിന് വരാതിരിക്കാൻ അവൻ മാക്സിമം പരിപാടി ഒരുക്കിയതാ. പക്ഷെ ദൈവം നിന്നെ ഇനി കൊണ്ടുവന്ന ഒരല്ലേലൂയ പറഞ്ഞാട്ട്, അല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവനെ സാഹസിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൈയും കാലും ഒന്നുമില്ല, നടന്നു പോകാൻ. ഭൂതങ്ങൾക്ക് എന്തില്ല? എല്ലാവരും പറഞ്ഞേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഭൂതങ്ങൾക്ക് എന്തില്ല? കൈയും കാലുമില്ല. കയറിപ്പോണമെങ്കിൽ ഒരു മൃഗമോ ഒരു മനുഷ്യനോ വേണം. ചിലത് പോകുന്നത് പോത്തിൻ്റെ പുറത്താണ്, ചിലർ പോകുന്നത് പുലിയുടെ പുറത്താണ്, ചിലത് പോകുന്നത് പശുവിൻ്റെ പുറത്താണ്, ചിലത് കാളയുടെ പുറത്താണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എങ്കിലും ഇതിനെല്ലാം പോകാനൊരു മൃഗം വേണം. ചിലത് മയിലിൻ്റെ മണ്ടയ്ക്ക് പോകും, ചിലത് പാമ്പിൻ്റെ മണ്ടയ്ക്ക് പോകും, ചിലത് പാമ്പിനെ കരുത ചുറ്റിക്കൊണ്ട് പോകും. എങ്ങനെ ആയാലും എന്തോത്തിനും മണ്ടയ്ക്ക് കയറി ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ? ചിലത് ഇരുകാലി മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് കയറും. ഹലോ, അങ്ങനെ ഇപ്പം 6000 എണ്ണ ഇവൻ്റെ മണ്ടയ്ക്ക്. അവർ പറഞ്ഞ് ഇറങ്ങിപ്പോം, പക്ഷെ പോകണമെങ്കിൽ വണ്ടി വേണം. പോകണമെങ്കിൽ പറഞ്ഞ എല്ലാവരും കൂടെ. അതല്ലേ ദാവീദ് ഈ ഗോലിയാത്തിനെ അടിക്കാൻ ചെന്നപ്പോൾ അവൻ ആത്മാവിലായി. അവൻ ആത്മാവിലായിട്ട് നിൽക്കുന്നവനെ ഒന്ന് വിവേചിച്ചു. അവൻ 6 മുഴ 1 ചാണുമാ എന്ന് പറഞ്ഞാൽ 9.5 അടി പൊക്കമാ. ഒരല്ലേലൂയ പറഞ്ഞേ. ഇവനെ കണ്ട് ചേട്ടന്മാരും ശൗര്യമൊക്കെ പേടിച്ച് വിറച്ച് പെരയ്ക്കകത്ത് കയറിയിരിക്കുക, പനി പിടിച്ചിരിക്കുക, പേടിപ്പനി പിടിച്ചിരിക്കുക. എന്നേരം ഈ കൊച്ചി ചെറുക്കൻ കയറി ചെന്നപ്പോൾ അവൻ നോക്കി. ഇവനെ നോക്കിയപ്പോൾ 9.5 അടി പൊക്കം. പിന്നെ വേലെ, കുന്തം, വടി, വാളെ, മാർപ്പതക്കം, കാൽച്ചട്ട എന്ന് വേണ്ട സകല സംവിധാനം ഇവനുണ്ട്. നോക്കി, ഇവൻ്റെ കയ്യിൽ എൻ്റെ ഏറ് തടയാൻ വല്ലതും ഉണ്ടോ നോക്കിയപ്പോൾ അവൻ്റെ കയ്യില്ല, ഒരു ചെറുക്കൻ്റെ കയ്യിലാണ്. അപ്പം ഇവൻ്റെ കയ്യിൽ എൻ്റെ ഏറിനെ തടയാനുള്ള പ്രതിരോധ ശക്തി ഇല്ലെന്ന് അവന് മനസ്സിലായി. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? 2 ഞാൻ അഭിഷേകം പ്രാപിച്ച ആദ്യം എന്നപ്പോൾ ഒരു മൃഗമാണ് വന്ന സിംഹം. ഞാൻ അതിനെ കീറിക്കളഞ്ഞു. പിന്നെ വന്ന ഒരു കരടിയ, ഞാൻ അതിനെ തല്ലിക്കൊന്നു കളഞ്ഞു. 2 മൃഗമാണെങ്കിൽ ഇവനിലും ഏതെങ്കിലും ഒരു മൃഗം കാണും. ആത്മാവി വിവേചിച്ചു. നോക്കിയവൻ മൃഗത്തെ കണ്ടു. ഉടനെ കല്ലെടുത്തു. ആരെ കാണുമ്പോഴാണ് കല്ലെടുക്കുന്നേ? പറ. പട്ടി. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ ഉടനെ കല്ലെടുക്കുന്ന ആരെ കാണുമ്പോഴാണ്? പട്ടിയെ കാണുമ്പോഴാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യത്തെ സിംഹത്തെ അവൻ വലിച്ചു കീറി, കരടി അടിച്ചു കൊന്നു. ഇവൻ എല്ലാവർക്കും വലിയ 9 അടി പൊക്കമുള്ള വലിയ സംഭവമാണ്. അവനൊരു സംഭവമാകട്ടോ. പക്ഷെങ്കിൽ ദാവീദ് നോക്കി മനസ്സിലായി ഇവൻ്റെ അകത്ത് നായ. ഇവൻ കല്ലെടുത്തപ്പോൾ അവന് കാര്യം പിടികിട്ടി. നമുക്ക് മനസ്സിലായല്ലോ, അവന് കാര്യം മനസ്സിലാകും കേട്ടോ. അല്ലേ, അവൻ ചോദിച്ചു, നീ എന്നാടാ എൻ്റെ നേരെ നായുടെ നേരെ വരുന്ന പോലെ വരുന്നത്? നീ ആരാന്ന് ഞാൻ വിവേചിച്ചു. സ്വത്രം പറഞ്ഞില്ല. എൻ്റെ അഭിഷേകം പാട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോൾ പാടുന്ന കുഞ്ഞുങ്ങൾക്ക് പരവേശം പിടിച്ചിട്ട് നമുക്ക് ആവേശം കയറി 2 അന്യഭാഷ പറയുന്നതല്ല, പ്രതിയോഗിയെ വിവേചിക്കുന്നത് അഭിഷേകം. ഒരല്ലേലൂയ പറഞ്ഞേ. നിനക്കെതിരെ കയറി വരുന്നത് ഒരാത്മാവ് ഏതാണെന്ന് ആത്മാവി വിവേചിച്ചിട്ട് നീ ആയുധം കയ്യിലെടുക്കണം. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു അല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ ആത്മാവി ബലപ്പെട്ട് നോക്കി. ഇവന്റെ കയ്യിൽ ആയുധമില്ല. 2 ഇവൻ മൊത്തം പൊതിഞ്ഞു നിൽക്കുക. മൊത്തം സ്വർണം പൊതിഞ്ഞ പോലെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അതിനകത്ത് എവിടെയെങ്കിലും എൻ്റെ ഏറ് കൊള്ളാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ നെറ്റിക്ക് ഹെൽമെറ്റിനകത്ത് ഏറ് കയറാൻ ഒരു കിഴുത്തിട്ടേക്കുന്നു. ഈ ചൂടിന് ആവി കൊണ്ട് മുടി പൊഴിയാതിരിക്കാൻ ഹെൽമെറ്റിനിടയ്ക്കോട്ട് കാറ്റ് കയറാൻ ഇവിടെ നിന്നുണ്ട്
അവൻ അത് കണ്ടു. പിന്നെ അവൻ ആ പോയിന്റ് മാത്രം നോക്കുക, ഈ വലിപ്പം ഒന്ന് നോക്കുക. നമ്മൾ വലിപ്പം നോക്കി പേടിച്ചിരിക്കുക. അയ്യോ ഭയങ്കര ക്യാൻസറാ, 4th സ്റ്റേജാ. ആരാ പറഞ്ഞ 4th സ്റ്റേജാന്ന്? മിണ്ടുന്നില്ല. അത് കേട്ടപ്പോൾ നീ പേടിച്ചു, സഭയും പേടിച്ചു, ഉപദേശിയും പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് കാരിത്താസിൽ തന്നെ പോകുന്നതായിരിക്കും. പറ, ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ല ഉപദേശി പറഞ്ഞു. എവിടെ പോകുന്ന നല്ലത്? അതൊക്കെ പണ്ടത്തെ ഉപദേശി പറയുന്നത് കൊണ്ടു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായത്. പിന്നെ 38 വർഷത്തെ പക്ഷപാതക്കാരനെ ഓടിപ്പിച്ച് നടത്താൻ അറിയാമെങ്കിൽ ഇതൊരു വിഷയമല്ല. 4th സ്റ്റേജൊക്കെ വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അന്നത്തെ ഉപദേശി. ഇന്നത്തെ ഉപദേശി പറയും നമുക്ക് എവിടെ പോകാം? പറ. അപ്പോൾ അസോസിയേറ്റ് പാസ്റ്റർ പറഞ്ഞ് കാരിത്താസ് ഇപ്പം വലിയ അത്ര അങ്ങോട്ട് ഒക്കുന്നില്ല, നമുക്ക് ഒക്കുവാണെങ്കിൽ പാലായി പുതിയൊരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? പറ എല്ലാവരും കൂടെ. അപ്പം 3ാമത്തെ യൂത്ത് ഡയറക്ടർ പറഞ്ഞു അവിടെ നിന്നും പോയിട്ട് കാര്യമില്ല, പോവാണേ വെല്ലൂര് CSIയിലെ അച്ഛൻ്റെ കത്തും കൊണ്ട് പോയാൽ മതി, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവൻ ആരും പറഞ്ഞില്ല യേശുവിൻ്റെ അടുക്ക പാമെന്ന്. ഹലോ, എന്നോടൊരു പിണക്ക് വന്നില്ലേ? എടാ, നിന്നെ പെന്തിക്കോസി കൊണ്ടുവന്ന കാരിത്താസിന്റെ അഡ്രസ് കൊടുക്കാനല്ല, നിന്നെ കൃപയെ കൊണ്ടുവന്ന യേശുവിനെ പരിചയപ്പെടുത്താനാ. ഏത് മാരക രോഗത്തെ സൗഖ്യമാക്കാൻ കരുത്തുള്ളൊരു യേശു ഉണ്ടെന്ന് പറയാൻ തന്റെ ഇടമുള്ളവർക്കായി ഈരത്തെ ദൈവത്തെ സ്തുതിക്കുക. അവൻ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. പിന്നെ ഞങ്ങളുടെ ഉപദേശിമാരൊക്കെ പണ്ട് പാമ്പ് കടിച്ച് വിഷം കയറി കരുനീലിച്ച ആളുകളെ ആചാര്യനും വിശ്വാസിയും കൂടെ എടുത്തുകൊണ്ട് വിശ്വാസ ഭവനത്തിൽ, അന്ന് പെയ്ത്തോമില്ല, അന്ന് പാഴ്സനേജ് ഇല്ല, അന്ന് പാസ്റ്റേഴ്സ് ഇല്ല, ഡോക്ടർ ഇല്ല, റെവറൻഡ് ഇല്ല, ആകെയുള്ള ഉപദേശിയാണ്. ഹലോ, ഉപദേശിയുടെ ഗുണം കയ്യിൽ ഉപദേശവും ഉണ്ട്, മുട്ടയിൽ പ്രാർത്ഥിക്കാൻ അറിയാം. അവർ പറയും വിഷമിക്കണ്ട, ഇത് മൂർഖം പാമ്പാ കടിച്ച് അതേതെങ്കിലും കുന്ന കടിക്കട്ട് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ട് മടക്കാൻ അവിടെ ഇരിക്കാൻ പറയും. മുട്ട് കുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാമ്മ നീലിച്ച് ഛർദ്ദിക്കാൻ തുടങ്ങും. നീലിച്ച വിഷം ഛർദ്ദിച്ചിട്ട് അമ്മാമ്മ എഴുന്നേക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവരുടെ കൂടെ മുടങ്കാലിരുന്ന് ആരാധിക്കും. അതായിരുന്നു ബെന്തക്കോസ്. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി ബെന്തക്കോസിന്റെ തനിമ ഈ 56ാമത്തെ കൺവെൻഷനിൽ ഈ മൈതാനത്ത് വെളിപ്പെടാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രമേ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ പറഞ്ഞു ഞങ്ങൾക്ക് കയറി നടക്കണമെങ്കിൽ ഒരു മൃഗം വേണം. ഞാൻ അക്കരെ പന്നികൾ മേയുന്നുണ്ട്, അതിനകത്ത് കയറിക്കോട്ടെ എന്ന് വെച്ചു. കയറിക്കോളാം. കയറിയ പാടെ ഇതുങ്ങൾ കിഴക്കാന്തൂക്ക് പോയി ഗലീല കടലിലോട്ട് മുങ്ങി മൊത്തം കൂടെ എന്ത് ചെയ്തു? ചത്തു. അതായിരുന്നു സമയം. ഇവനെ മുക്കിക്കൊല്ലാൻ നിശ്ചയിച്ച ടൈമാണ്. ഇവന്റെ പടം ഭിത്തിയാൽ ഒട്ടിക്കാൻ നിശ്ചയിച്ച ടൈമാണ്. ഇവന്റെ മുറ്റത്ത് കരിങ്കൊടി കെട്ടാൻ നിശ്ചയിച്ച ടൈമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇവന്റെ വീട്ടിൽ വന്നും വെച്ച് അല്ലെ സമയാനുരതം പാടിക്കാൻ പാട്ടുകാരെ വിളിക്കാൻ നിശ്ചയിച്ച ടൈമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവന്റെ കാക്കലും തലയ്ക്കലും വെള്ളപ്പൂ വെച്ചിട്ട് അല്ലൊരു വെള്ളത്തുണി ഉടുത്തോണ്ട് ഫ്രണ്ടിൽ ഇരുന്ന് കരയാനുള്ള സമയമാ. മൂക്കി പഞ്ഞി വെക്കാൻ നിശ്ചയിച്ച സമയമാ. യേശു പറഞ്ഞു അക്കരയ്ക്ക് വണ്ടി വിട്. ഇന്ന് പകൽക്കാലം അവന്റെ ടൈമിനെ മാറ്റി കുറിക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ വിലാപത്തിന്റെ പാട്ട് പാടിക്കാൻ പിശാച് കുറിച്ച സമയത്തെ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട് നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ ഉറപ്പുള്ളവര്. ചില ആക്സിഡന്റുകൾ മാറിപ്പോകയാ, ചില പെടുമരണങ്ങൾ മാറിപ്പോകയാ, ചില അനർത്ഥങ്ങൾ മാറിപ്പോകയാ. ഓ, യേശുവിന്റെ നാമത്തിൽ ചില മാരക വിപത്തുകൾ, രോഗങ്ങൾ ഇവിടെ മാത്രമല്ല, ലൈവിൽ കാണുന്ന സ്നേഹിത, നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ഇരുട്ടാധിപത്യം പുലർത്തി ചില തകർച്ചകൾ വരുത്താൻ നോക്കുമ്പോൾ രട്ടഴിച്ച് വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു യേശു ഈ രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ വേഗം ക്രോഡീകരിക്കട്ടെ. അവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവൻ ഓടിപ്പോയി കല്ലറയുടെ കരയ്ക്ക് ചുരുട്ടി വെച്ചിരുന്ന തുണിയെടുത്ത് അങ്ങ് ധരിച്ചു. അവനോട് യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വരണമെന്ന് യേശു പറഞ്ഞില്ല. ബാധ ഒഴിഞ്ഞ് ഭൂതം വിട്ടുപോയാൽ പിന്നെ തുണി ഉടുക്കാൻ ഞങ്ങൾ ആരും പറയണ്ട. ഹലോ, മൊത്തം തുണി പോയെങ്കിൽ 6000 പിശാച് ദേഹത്തുണ്ടെന്ന് അർത്ഥം. പിന്നെ തുണിയുടെ അളവ് നോക്കി എത്ര എണ്ണം വെച്ചോണം നിങ്ങൾ വിവേചിച്ചാൽ മതി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എടാ കുഞ്ഞെ, നിന്റെ നഗ്നത കാണാനല്ല നിന്നെ കൃപയെ കൊണ്ടുവന്നത്, നിന്റെ വിശുദ്ധി കാണാനായിട്ടാണ്. നല്ല സ്തോത്രം പറയണം. നിങ്ങളുടെ അന്തരീക്ഷം പോയാലും ഞങ്ങളൊക്കെ പ്രായമുള്ള ദൈവദാസന്മാർ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിലുള്ളവരാണല്ലോ. ഇതിലൂടെ പോയാൽ പിന്നെ ഇതൊന്നും പറയാൻ ആരും കാണത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ഉള്ള സമയത്ത് അങ്ങ് പറയുക. സന്തോഷമുണ്ട് ഒരല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഈ ബെച്ചുച്ചെറ എന്ന് പറഞ്ഞൊരു മലയോര ഗ്രാമത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു മലയോര കർഷകൻ്റെ മകനായി 7ാമനായി ജനിച്ചതാണ് കേട്ടോ. ഹല്ലേലൂയ. വലിയ പേരും പത്രാസും ഒന്നും ഉള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ ഇന്ന് അവിടെ എല്ലാവർക്കും അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ 5 ഷാപ്പും 2 ഉപഷാപ്പും ഉൾപ്പെടെ 7 ഷാപ്പ് ഉണ്ടായിരുന്നു. 3 പട്ടക്കട ഉണ്ടായിരുന്നു, ഒരു ബ്രാൻഡി കട ഉണ്ടായിരുന്നു, ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു അവിടെ കേട്ടോ. എല്ലാ ആഴ്ചയിലും ഒരു കൊലപാതകമൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെയായിരുന്നു ബെച്ചുച്ചെറ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ. പക്ഷേ ഇപ്പം വെച്ചറേ കള്ള് ഷാപ്പ് ഒന്നുമില്ല, ഉപഷാപ്പ് ഒന്നുമില്ല, കള്ളുകുടിയന്മാരും ഇപ്പം വളരെ കുറവാണ്, സ്വർണ്ണക്കട അവിടെ ഇല്ല, ഒരല്ലിയെ പറഞ്ഞേ, സിനിമാ തിയേറ്ററും അവിടെ ഇല്ല. അവിടുത്തെ സഭയെല്ലാം അങ്ങ് വളർന്നു. കാരണം ഒരുമാതിരി ഉപയോഗമുള്ളതിനെല്ലാം കർത്താവിഞ്ഞെടുത്തു. ഇന്ന് രാത്രി ഇവിടെയും പലത് അടയണം, പക്ഷെ പലത് തുറക്കണം. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത പലതിൻ്റെ വാതിൽ തമ്പുരാൻ അടയ്ക്കണം. അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കരുത്. അപ്പോൾ തന്നെ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം ചിലത് തുറക്കണം. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ചേ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. യേശു സാഹസിച്ചു, പന്നിക്കൂടത്ത് വീണു, പന്നി ചത്തു. ഇവൻ പോയി തുണി ഉടുത്തു, ഓടി വന്ന് യേശുവിൻ്റെ പടകിൽ കയറി. ഞാനും കൂടെ വരുവാന്ന്. യേശു പറഞ്ഞു, വേണ്ട, നീ വീട്ടിൽ ചെല്ല്. നിന്റെ അമ്മക്ക് അറിയാവുന്നതുകൊണ്ട് കുറേ വർഷമായി, അപ്പൻ കരയുന്നുണ്ട് കുറേ വർഷമായി, വീട്ടിൽ ചെന്ന് നിന്നെ കാണിക്കാൻ പറഞ്ഞു. അവൻ വീട്ടിൽ പോയി. അവൻ വീട്ടിൽ ചെന്ന് അവരെ കാണിച്ചു. അവൻ്റെ സാക്ഷ്യം, ബൈബിൾ കോളേജിൽ പോയില്ല, സെമിനാരിൽ പോയില്ല, BTH എടുത്തില്ല, CTH എടുത്തില്ല, MDH എടുത്തില്ല, MD എടുത്തില്ല, ഡോക്ടറായില്ല. ആകെ പറഞ്ഞു, ഞാൻ പിശാച് ബാധിച്ചവനായിരുന്നു, യേശു സൗഖ്യമാക്കി. ഇത് മാത്രം പറഞ്ഞപ്പോൾ 10 പട്ടണം സുവിശേഷീകരിച്ചു. ഇന്ന് രാത്രി നീ നിന്റെ തിയോളജി ഒന്നും പറയണ്ട, യേശു പിടിപ്പിച്ച സാക്ഷ്യം നീ പറഞ്ഞാൽ മതി. ജനം യേശുവിനെ കണ്ടെത്തും. ഒരല്ലേലൂയ രാത്രി പറയണം. ഈ അക്കരയിലെ ഭൂതത്തെ സാഹസിക്കാൻ പോയതിന് കാരണം, ഇക്കരെ ഒരു സഹോദരിയെ 12 വർഷമായിട്ട് പിശാച് കെട്ടി ചങ്ങലയില്ലാതെ മുറിക്കകത്തിട്ടേക്കുക. സ്തോത്രം. അപ്പൊ തന്നെ ഒരു മാന്യനായ പള്ളിപ്രമണ കൊച്ചിന് 12 വയസ്സുള്ള അത് ചാകാൻ പോകുകയാണ്. ഈ 2 കേസ് പിടിപ്പിക്കണേ. അക്കരെ ഒരു കെട്ടഴിച്ചിട്ട് വേണം ഇക്കരെ വരാൻ. ഹലോ. നീ അറിയാത്ത, നിന്റെ കണ്ണിന് വെളിപ്പെടാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ കർത്താവ് ശാസിച്ചിട്ട് ഇക്കരെ വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇക്കരത്തെ വിടുതലിനെ തടയുന്ന, അക്കരെ മറഞ്ഞു നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ ദൈവാത്മാവ് ഈ രാത്രി വെട്ടുകയാ. നിന്റെ ദൃശ്യ നേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ ഈ രാത്രി തകർന്നാൽ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഭയങ്കര മിറക്കിൾ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര പേര് അറിഞ്ഞിരിക്കുക? ഞാനത് ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെയൊക്കെയോ മേഖലകളിൽ കർത്താവിൻ്റെ കരം ഭയങ്കരമായി ചലിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരെ മാത്രം കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ കൊച്ച് സ്ത്രീകൾക്കുള്ള മുറ ആരംഭിക്കുന്ന കാലത്ത് അത് വന്ന കൂട്ടത്തിൽ വന്നൊരു രോഗം. പിന്നെ നിന്നിട്ടില്ല. തുടങ്ങിയതേ ഉള്ളൂ, പിന്നെ നിന്നിട്ടില്ല. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നവരുണ്ട്, 1 മാസം നീണ്ടു നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അത് വലിയ പ്രശ്നമാണ്. ഇതൊരു വർഷമല്ല, 12 വർഷമായിട്ട് പ്രാണൻ പോയിക്കൊണ്ടിരിക്കുക. രക്തത്തിൽ അത്രേ പ്രാണൻ ഇരിക്കുന്നത്. അല്ലേ പറഞ്ഞേ? അപ്പൊ ഈ കൊച്ചി ഇഞ്ചിഞ്ചായിട്ട് ചത്തോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള അപ്പനും അമ്മയും ചികിത്സിക്കാമെന്നതിന്റെ മാക്സിമം എന്ത് ചെയ്തു? ചികിത്സിച്ചു. വൈദ്യന്മാരിൽ ഈ കൊച്ചേറിയൊന്ന് സഹിച്ചു. പക്ഷെ പ്രമാണം പറയുന്നത്, അവൾ ഉപയോഗിക്കുന്ന വസ്ത്രം വേറെ ആരും തൊടാൻ പാടില്ല, അവൾ കഴിക്കുന്ന പാത്രത്തിൽ വേറെ ആരും കഴിക്കാൻ പാടില്ല, അവർ കുളിക്കുന്ന ബക്കറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഹലോ. അവിടെ റൂമിനകത്ത് ആരും കയറാൻ പാടില്ല. കാരണം അവൾ അശുദ്ധയാണ്. ആരാണ്? അശുദ്ധയാണ്. ന്യായപ്രമാണം അവളെ പുറത്താക്കി കഥ കടച്ചിരിക്കുക. ജയിലില്ലാതെ ജയിലിൽ അടച്ചേക്കുക. സ്തോത്രം. നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴേ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കോവിഡ് വന്നപ്പോൾ ഭർത്താവിന് വന്നില്ല. ഭർത്താവ് ആഹാരം കൊണ്ട് മുറിയുടെ വാതിക്ക് വെച്ചിട്ട് അടുത്ത മുറി ചെന്ന് ഫോൺ വിളിച്ചില്ലേ, എടി വാതിക്ക് ഇരിപ്പുണ്ട്, വേണേ എടുത്ത് തിന്നോളാൻ പറഞ്ഞില്ലേ? മിണ്ടുന്നില്ല. പട്ടിക്കൂട്ടി കൊണ്ട് ചോറ് വെക്കുന്ന പോലെ വെച്ചിട്ട് പോയില്ലേ? ഓ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്തോ. ഫ്രൈസലോ. ഈ പ്രേമോ സ്നേഹവും ഒക്കെ കോവിഡ് വരുന്നിടം വരെയൊക്കെ ഉള്ളന്നേ. അവിടെ അടുത്ത മുറി പോയപ്പോഴും പുള്ളി മാസ്കൊക്കെ കെട്ടിക്കൊണ്ടാണ് വിളിച്ച് പറഞ്ഞത്, അവിടെ ഇരിപ്പുണ്ട്, വേണേ എടുത്ത്
തിന്നോളാൻ. അങ്ങനെ ഈ കൊച്ചിനെ ഇട്ടേക്കുക, വെളിയിൽ കൊണ്ട് പട്ടിക്കൂട്ടി വെക്കുന്ന പോലെ ഇച്ചിരി ആഹാരം കൊടുക്കും, കൊച്ചെടുക്കും, കഴിക്കും. ഇങ്ങനെ 12 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കുക, തടവറയിൽ ബന്ധിച്ചിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ട്. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ബദ്ധന്മാരെ വിടുവിക്കാനായിട്ട് വരികയാണ്. ഒരു സ്തോത്രം പറയണം. ശത്രു കയറില്ലാതെ കെട്ടിയ ചിലതിനെ ഈ രാത്രി ഞാൻ വിടുവിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ കൊച്ചിന് വിടുതൽ കൊടുക്കണം. ഈ കൊച്ചിന്റെ വീടിന്റെ പടിക്ക് കൂടെ പോകുന്ന അടുത്ത വലിയ പുള്ളിയുടെ വീട്ടിൽ ഒരു സോക്കേട് വരുത്തി. എൻ്റെ കൂടെ ഉണ്ടോ? പള്ളിപ്രമാണിയുടെ ഏകജാതയായ 12 വയസ്സുള്ള കൊച്ചു ചാകാൻ കിടക്കുക. അപ്പൊ പള്ളിപ്രമാണി ഓടി വന്ന് നിലത്തോട്ട് കുനിഞ്ഞ് കാലേ വീണ് നമസ്കരിച്ചു. ഏത് നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനെയും കാലേ വീഴിക്കുന്ന പണി എന്നാന്ന് അവനറിയാം. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. പള്ളിപ്രമാണി എന്ന് പറഞ്ഞ ആ കാലത്ത് 12 ഗോത്രത്തിൽ നിന്ന് ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന വിദ്യാസമ്പന്നനായ, ന്യായപ്രമാണം നന്നായിട്ട് അറിയുന്ന, പരീശന്മാരിൽ പ്രധാനിയായ, സന്നിധിസഭ തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള, കറയും കളങ്കവുമില്ലാത്ത, പേരുദോഷമില്ലാത്ത മാന്യനായ ഒരാളെ ചീട്ടിട്ടെടുത്താലേ അവൻ ആരാകത്തുള്ളൂ? പള്ളിപ്രമാണിയാകത്തുള്ളൂ. പള്ളിപ്രമാണി വന്ന ഉടനെ കസാറയ്ക്ക് വേണ്ടി അടി വെക്കണം. നമ്മുടെ കോൺഗ്രസ്സുകാരെ സ്റ്റേജിൽ ചെല്ലുന്ന പോലെ സ്റ്റേജ് അടിച്ചു പൊളിക്കുകയൊന്നും വേണ്ട. ആ കസാറ അവനോട് കിടക്കും. പള്ളിയിലെ മുഖ്യാസനം അവനാ. അങ്ങാടി ചെന്ന് അവനാർക്കും വന്ദനം പറയണം. വരുന്നവരെല്ലാം അവനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? വന്ദനം പറയണം. അതെങ്ങനെ ഇവനെ അറിയുന്നേ? ഇവൻ്റെ നെറ്റിക്ക് നമ്മുടെ BBS പിള്ളേരുടെ തലേ കുത്തത്തിൽ ഒരു കിരീടം റാലി വെക്കുമ്പോൾ അതുപോലൊരു സാധനമുണ്ട്. അതിൽ എഴുതിയേക്കും പള്ളിപ്രമാണി. റൗണ്ടിൽ എഴുതിയേക്കുക. വഴിയെ പോകുന്ന എല്ലാവരും വായിക്കും, വരുന്ന പുള്ളി ആരാണ്? പള്ളിപ്രമാണിയാണ്. ഹല്ലേലൂയ. അവിടെ എല്ലാവരും നമസ്കരിക്കും. ഇവൻ തിരിച്ചു പ്രതിബന്ധനം ചെയ്യാൻ പാടില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ അങ്ങാടി വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും കിട്ടുന്ന പുള്ളിയാണ് പള്ളിപ്രമാണി. അവൻ ആരുടെയും മുമ്പിൽ പോയി നമസ്കരിച്ചെങ്കിൽ പോകുന്നത് പള്ളിപ്രമാണി എന്ന സ്ഥാനമാണ്. പക്ഷെ ഈ കൊച്ചിയാകാൻ നേരത്ത് സ്ഥാനം പോയാലും വേണ്ടില്ല, കൊച്ചു വിടുവിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ സ്ഥാനം മറന്ന് തച്ചൻ്റെ മോൻ്റെ മുമ്പിൽ വന്ന് കാലേ വീണൊരു സ്വോത്രം പറഞ്ഞ്, ഏത് മിടുക്കനെയും കുനിയിക്കാൻ എൻ്റെ കർത്താവിന് അറിയാമെന്നേ, അവൻ്റെ പേരല്ലേ കർത്താവെന്ന് ഒരു സ്വോത്രം പറയണം കേട്ടോ. പള്ളിപ്രമാണി വന്ന് കാലേ വീണിട്ട് പള്ളിപ്രമാണി പറഞ്ഞ്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പ് വരണം. പൈതൽ മരിക്കും മുമ്പ് വരണം. കർത്താവ് പറഞ്ഞു, എന്നാൽ ഓക്കെ, ഇപ്പം പോയേക്കാണോ. കർത്താവിന് നമ്മുടെ ഇന്നത്തെ ഉപദേശിമാരോട് ഹെഡ് വെയിറ്റ് ഒന്നുമില്ല. ഞാൻ ഡയറി നോക്കട്ടെ. ഡയറി വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഫോൺ വിളിക്ക്. ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് അത് 9:30 കഴിഞ്ഞ് എന്ത് ചെയ്യാവുള്ളൂ? വിളിക്കാവുള്ളൂ. നോക്കിയിട്ട് ഞാൻ ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ തലക്കനൊന്നും ആർക്കില്ല. അങ്ങനെ മിണ്ടുന്നില്ല. ഇന്നലെ ഏതാണ്ട് ഉപദേശിയായ 10ാം ക്ലാസ്സിൽ തോറ്റുകൊണ്ട് ഗമ കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇവൻ ഭയങ്കര സംഭവമാണ്. എൻ്റെ കർത്താവ് വിളിച്ചാൽ മതി, കൂടെ അങ്ങ് പോകും. സ്വോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി നീ വിളിച്ചാൽ കൂടെ വരും കേട്ടോ. നിന്റെ വീടിന്റെ വലിപ്പം വിഷയമല്ല, നിന്റെ സാമ്പത്തികം വിഷയമല്ല. നീ ആവശ്യബോധത്തോടെ വിളിച്ചാൽ ഈ രാത്രി കൂടെ വരുന്ന ഹെഡ്വെയിറ്റ് ഒരാളുണ്ട്. അവന്റെ പേര് യേശു എന്ന. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നീ ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചുയരല്ലേ. യേശുവിനെ കാട്ടി വലുതാകരുത്. ഒരു ഹല്ലേലൂയ പറയണം കേട്ടോ. യേശു പോയത് ഈ കൊച്ചിൻ്റെ പടിക്കൂടെ. അല്ലല്ലേ പറഞ്ഞ് മെറ്റോൻ്റെ വീട്ടിൽ സംഭവം വരുത്തിയാലും നമ്മുടെ പടിക്കൂടെ വരാനൊരു മുഖാന്തരം ഒരുക്കിയല്ലോ. ദൈവം ആർക്കൊക്കെയോ വേണ്ടി മുഖാന്തരം ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ യോഗം വെച്ചതിൻ്റെ പുറകിലും എന്തോ ഒരു മുഖാന്തരം ഉണ്ട് കേട്ടോ. നിന്നെ കൂടെ വിടുവിക്കാനായിട്ട് പടിക്കൂടെ ഒരു ആരാവാരം പോകുകയാണ്. അപ്പൊ ഇവൾ ശ്രദ്ധിച്ചത് ആരാ? ഉടനെ ആരോ പറഞ്ഞു, നസ്രായൻ പോകുന്നുണ്ട്. ഇവൾ അപ്പൻ്റെ വിലക്ക് നോക്കിയില്ല, ന്യായപ്രമാണത്തിൻ്റെ വിലക്ക് നോക്കിയില്ല, ചങ്ങലയുടെ ബലം നോക്കിയില്ല. ഇവൾ കഥ തുറന്നിറങ്ങി ഒരൊറ്റ ഓട്ടം. ഒരു സ്വോത്രം പറഞ്ഞേ. പാരമ്പര്യം പറഞ്ഞ് വെളിയിൽ ഇറങ്ങരുത്. ഹല്ലേലൂയ. പാരമ്പര്യം പറഞ്ഞ് യേശുവിന് പുറകെ പോകരുത്, വെള്ളത്തിൽ മുങ്ങരുത്, സ്നാനപ്പെടരുത്, അഭിഷേകം പ്രാപിക്കല്ല് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവളൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾക്ക് വേണ്ടിയ സൗഖ്യമാണ്. വിടുതല് വേണ്ടി ആരെയും തടസ്സം നോക്കരുത്. നീ ഇറങ്ങി ഓടിക്കോണം കേട്ടോ. ഇവിടെ ഒറ്റ ഓട്ടമാണ്. ഇവിടെ ഓടി ചെന്നിട്ട് പുരുഷാരത്തിന്റെ ഇടയ്ക്കോട്ട് കയറി നുഴഞ്ഞ് വലിഞ്ഞെഴഞ്ഞ് എന്ന് വസ്ത്രത്തിന്റെ വെളുമ്പലം തൊട്ടു. സ്തോത്രം. ക്ഷണത്തിൽ ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു. അവൾ സൗഖ്യമായി. അവൾ സൗഖ്യമായ ശരീരത്തറിഞ്ഞു. ശക്തി പുറപ്പെടുന്ന യേശു തന്റെ ശരീരത്ത്. യേശു നിന്നു. മരിക്കുന്നതിന് മുമ്പേ പോകുന്ന വഴിയാ. പക്ഷേ യേശു നിന്നു. യേശു പറഞ്ഞ, ആരാ എന്നെ തൊട്ടെ? ശിഷ്യന്മാർ പറഞ്ഞ, നാട്ടുകാർ മൊത്തം തൊട്ടുകൊണ്ടിരിക്കുക. അത് 56 വർഷത്തെ യോഗത്തിനും കൈപൊക്കിയവർ. അവരുടെ കാര്യമല്ല. ഹലോ, അവർ 56 വർഷം വന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കൈപൊക്കാൻ തന്നെ ആക്കിയേക്കുന്ന കുറച്ച് പേരുണ്ട്.
നമ്മുടെ ഒന്നും ഇടയ്ക്കല്ല. ഇപ്പോഴത്തെ പുതിയ ന്യൂജനകത്തൊക്കെ ആ കൈ പൊക്കാൻ പറയുമ്പോൾ പൊക്കാനും, മുന്നോട്ട് വരാൻ പറയുമ്പോൾ വരാനും, ആഭരണം ഊരിയിടാൻ പറയുമ്പോൾ ഇന്നലെ അവരെ ഏൽപ്പിച്ച ആഭരണം കൊണ്ട് ഇതിനകത്തിടും. അപ്പോൾ നമ്മളില്ലാത്ത പാവങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്യും? എന്തെല്ലാം തട്ടിപ്പാന്നറിയാം, എന്തെല്ലാം ഉടായിപ്പാന്നറിയാം. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഞാൻ ആ ഭാഗം നിങ്ങൾക്കൊരു വിഷമം വരുത്തണ്ടല്ലോ. ഹല്ലേലൂയ. ഇതങ്ങനത്തെ പറഞ്ഞ് എന്നെ ആത്മാർത്ഥമായി വിടുതൽ ആഗ്രഹിച്ചൊട്ട ഒരാളുണ്ട്. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടോണ്ട് അവൾ പറഞ്ഞു ഞാനാ തൊട്ടത്. സൗഖ്യമായി. യേശു പറഞ്ഞു ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി പൊക്കോളാം. അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി. ഇത്രയും നേരം അവിടെ നിന്ന സമയം കൊണ്ട് അവിടെ സംഭവിക്കേണ്ടത് സംഭവിച്ചു. സ്തോത്രം. ഒരുത്തരം ഓടി വന്ന് പറഞ്ഞു ഇനി കർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, കർത്താവ് പഴയ പ്രോഗ്രാം തന്നെ തുടരട്ടെ. ബാല എന്ത് ചെയ്തു? മരിച്ചു. യേശു പറഞ്ഞു ബാല മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുകയാണ്. സ്തോത്രം. ഈ മനുഷ്യൻ പറഞ്ഞതാണ് ശരി. എല്ലാവരും പറഞ്ഞേ, മിണ്ടുന്നില്ല. ഒരു പള്ളിപ്രമാണം ഒരു ചത്തൊന്നും ചുമ്മാ വന്ന് പറഞ്ഞാൽ പറഞ്ഞോ വിവരം അറിയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് ചത്തേക്കുന്ന സാധാരണക്കാരൻ്റെ കൊച്ചല്ല, പള്ളിപ്രമാണ കൊച്ചാണ്. ആ കൊച്ച് ജാകാതെ ചത്തെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞോ വിവരം അറിയും. അപ്പം 100% ചത്തെന്ന് ബോധ്യമായ പിന്നെ എന്ത് ചെയ്തേ? വന്ന് ചത്തെന്ന് പറഞ്ഞ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, കുഞ്ഞുറങ്ങുകയാണ്. യേശു പറഞ്ഞതാണ് സത്യം, ഇവൻ പറഞ്ഞതാണ് ശരി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവൻ പറഞ്ഞതാണ് പറ ശരി. ശരി PC ചെറിയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇതായിരുന്നു ശരിയല്ലേ. സ്തോത്രം. നാളെ KJ തോമസ് പറയുമ്പോൾ തോന്നും അതായിരുന്നു ശരി. നാളെ കഴിഞ്ഞ് രാജുമേത്ര പറയുമ്പോൾ നമുക്ക് തോന്നും അതായിരുന്നു. അതിൻ്റെ നാളെ നമ്മുടെ പ്രിൻസിപ്പാസ് വന്ന് പറയുമ്പോൾ അയ്യോ ഇതായിരുന്നു ശരിയെന്ന് തോന്നും. ശരി പലര് പറയുമ്പോൾ മാറി മാറി വരുമേ, സത്യം മാറത്തില്ല. ഹലോ, ശരി മാറി മാറി പറയാം, പക്ഷെ സത്യം മാറത്തില്ല കേട്ടോ. സത്യം ഒന്നേ ഉള്ളൂ. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര കരച്ചിലുകാരും ബഹളക്കാരും ഒക്കെയാ. അന്ന് കരയാനൊക്കെ പൈസ കിട്ടും കേട്ടോ. ഹലോ, എന്നാ കിട്ടും? പൈസ. ഈ ഇവന്റ് മാനേജ്മെന്റ് നമ്മുടെ കല്യാണമൊക്കെ കേൾക്കത്തില്ല, ശവോടൊക്കെ അതുപോലെ. അപ്പം നമ്മുടെ പാസ്റ്റർ എണ്ണിച്ച് പറയാണ് നമ്മുടെ ഈ കുഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ നല്ല തയ്യൽക്കാരിയായിരുന്നു. ഇവിടെ സൂചി കൊണ്ട് തന്നെ താൻ തഴിച്ച പൂവാണ് എൻ്റെ ഉടുപ്പയിലെ പൂവ്, തുവാല കാണുന്ന പൂവ്, ഇവിടെ എത്ര മനോഹരമായ തയ്യലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേൾക്കുന്നവരെല്ലാം കൂടെ തന്നെത്താൻ എന്ത് ചെയ്യും? ഇടിച്ച് ഒറ്റ കരച്ചിലാണ്. ഇവർ കാര്യം പറയും, തന്നെത്താൻ ഇടിച്ചവരെ തന്നെത്താൻ ഇടിച്ച് കരുതാൻ കാശ് വേറെയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. കുഴലൂത്തുകാരുണ്ട്, അവർക്ക് കാശ് വേറെയാണ്. മനസ്സിലാകുന്നുണ്ട്? അന്നത്തെ കാലമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ വന്ന് കരയുന്ന കാണുമ്പോൾ നമുക്ക് ഒന്നും കൊച്ചു മരിച്ചാൽ ചെറിയ കരയുന്ന പോയി കിട്ടിയല്ലോ എന്ന് ഓർത്താ. ഹലോ, നിന്റെ വീട്ടിൽ വന്ന് ബന്ധവും സ്വന്തവും ഒക്കെ കരഞ്ഞ് കാണിക്കുന്ന ആത്മാർത്ഥമൊന്നും അല്ലെന്നേ. പോയി കിട്ടിയല്ലോ, ഏതായാലും ഒന്നിൻ്റെ ബാധ്യത ഒഴിഞ്ഞല്ലോ. മിണ്ടുന്നില്ല. എല്ലാം നമ്മളോടുള്ള സന്തോഷം കൊണ്ടാണെന്നും ആരും ഓർക്കരുത് കേട്ടോ. ഹല്ലേലൂയ. കൂടെ കരയുന്നവരുണ്ട്, കണ്ട് കരയുന്നവരുണ്ട്, പിന്നെ കണ്ണിനകത്ത് ഗ്ലിസറിൻ തേച്ച് കരയുന്നവരുണ്ട്, ഉള്ളി ഞെരടി കരയുന്നവരുണ്ട്. ഞാൻ ആരെയും കൈ പൊക്കിക്കുന്നില്ല. നിങ്ങളെങ്ങനെ എനിക്ക് കരഞ്ഞാൽ മതിയല്ലോ, ഞാൻ ആ വിഷയം വിടുകയാണ്. പക്ഷേ യേശുവിന് വന്നപ്പോൾ മനസ്സിലായി ഈ ആത്മാർത്ഥത്തെ കരയുന്നൊന്നുമില്ല, ചുമ്മാ ആൾക്കൂട്ടം വന്ന് മനസ്സിലായി. കർത്താവ് പറഞ്ഞു ഇതിൻ്റെ അപ്പൻ ആരാ? പറഞ്ഞു യായിറോസ്. അമ്മ ആരാ? ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും ഇഞ്ഞ് വന്നേ. ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാത്തിനെയും കർത്താവ് അങ്ങോട്ട് പറഞ്ഞ് ഇറക്കി. ഇവർ രണ്ടും ആത്മാർത്ഥത്തെ കരയവ. നൊന്ത് പ്രസവിച്ച അമ്മയും കരഞ്ഞു വളർത്തിയ അപ്പനും ചങ്ക് പൊട്ടി കരയവ. അത് ഗ്ലിസറിൻ തേച്ചല്ല. മനസ്സിലാകുന്നുണ്ടോ? ശിഷ്യന്മാർ 12 ഒരു പുള്ളി കാശ് സൂക്ഷിക്കുന്ന പുള്ളിയാണ്. പുള്ളി ഇപ്പം നോക്കിയപ്പോൾ മറ്റേടത്ത് ഭൂതഗ്രസം സൗഖ്യമായി, 5 പൈസ കിട്ടിയില്ല. അതിനിപ്പുറത്ത് വന്നു രക്തസ്രാവക്കാർ സൗഖ്യമായി, 10 പൈസയും കിട്ടിയില്ല. പ്രോഗ്രാം ശരിക്കും നടക്കുന്നുണ്ട്, പക്ഷേ കാശൊന്നും വന്ന് പെട്ടിക്കകത്ത് വീടുന്നില്ല. ഇവിടെ വന്നപ്പോൾ പള്ളിപ്രമാണി മനോഹരമായ വീട്, സംവിധാനം, പന്തല്, ലൈറ്റ് എല്ലാം കാണും. പുള്ളിക്ക് മനസ്സിലായി അവിടെ കിട്ടിയില്ലല്ലോ, ഇവിടെ എന്ത് ചെയ്യും? കിട്ടും. കൈ കിടക്കുന്ന 70 ഉണ്ട്, മറ്റേ 100 കിട്ടും. 100 കിട്ടിയാൽ 170, 20 എനിക്ക് അടിച്ചെടുക്കാം. എന്ത് അടിച്ച് ഇവൻ നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? മറ്റൊരു പുള്ളിയുണ്ട്, അവൻ്റെ പേര് അന്ത്രയോസ. പുള്ളി പുറകെ വന്ന് നിൽക്കുന്നത് എത്ര പേര് യോഗത്തിന് വന്നു, എത്ര കസാറ ഇനി അടുക്കാനായിട്ടുണ്ട്, ഇട്ടത് എത്ര ഉണ്ട്, ഇവർക്കെല്ലാം കൂടെ പെപ്സിയും പപ്സും കൊടുക്കണേ, എത്ര രൂപ ആകും? മിണ്ടുന്നില്ല. അവൻ അന്നേരം കാൽക്കുലേറ്ററെ കൂട്ടുകയാണ്. പെപ്സിക്ക് 230, പപ്സിന് 350, രണ്ടും കൂടെ 570 എന്ന് കൂട്ടുക. അപ്പോൾ ഇവൻ തലയാട്ടാ. നമ്മൾ ആയിരിക്കും പ്രസംഗം കേട്ടവൻ ആസ്വദിക്കുകയാണ്. അവൻ കണക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുക. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? വേറൊരു പുള്ളിയുണ്ട്, അതിനെ പുള്ളി വരുന്ന PC ചെറിയാനല്ല, ഏത് ചെറിയാൻ വന്നാലും ഒരു നന്മയും നസ്രയത്തിൽ നിന്ന്
അല്ലെ, ഇങ്ങനത്തെ കുറച്ച് എണ്ണമുണ്ട്. ഇവനെ എല്ലാം കർത്താവ് പുറത്താക്കിയിട്ട് മുട്ടുമടക്കാൻ തയ്യാറുള്ള പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ അകത്തോട്ട് വിളിച്ചു. അപ്പനെ അമ്മയും വിളിച്ചു. യേശു കൂട്ടി 6 പേര് അകത്ത് കയറി. ചത്ത കൊച്ചു കൂട്ടി 7 പേര്. അല്ലെങ്കിൽ കഥ കടച്ചോർ. അല്ലലിയ പറഞ്ഞേ, അകത്ത് നടക്കുന്ന യേശുവിന്റെ പ്രവൃത്തിയെ തുറച്ചു നോക്കുന്ന എല്ലാ കണ്ണുകളെ യേശു അങ്ങ് നിരോധിച്ചു. ഇന്ന് രാത്രിയിലും ആത്മാവിന്റെ കരുത്തോടെ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ അകലങ്ങൾ തുറച്ചു നോക്കുന്ന എല്ലാ കണ്ണുകളെ ദൈവം നിരോധിച്ചു. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചോണം. നിന്റെ മിനിസ്ട്രിയുടെ വിടുതൽ തുറച്ചു നോക്കുന്ന, നിന്റെ സഭയുടെ ആത്മാക്കളുടെ വരവും പോക്കും തുറച്ചു നോക്കുന്ന, നിന്റെ സ്നാനങ്ങളുടെ എണ്ണം തുറച്ചു നോക്കുന്ന, നിന്റെ വളർച്ചയെ തുറച്ചു നോക്കുന്ന, ചില ദുഷ്ടലാക്കോടെ നോക്കുന്ന ചില കണ്ണുകളെ ഇന്ന് രാത്രി ആത്മാവ് നിരോധിക്കുമ്പോൾ നീ മൗനമായിരിക്കാതെ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്താൻ കേട്ടോ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എല്ലാത്തിനെയും അടച്ച് കഥ കടച്ചങ്ങോട്ട് മാറ്റി കർത്താവ് എന്ന് പറഞ്ഞു, കുഞ്ഞെ എഴുന്നേക്കാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റു. എഴുന്നേറ്റുകൊണ്ട് അപ്പൻ്റെ കൊടുത്ത് പറഞ്ഞു, ഇവർക്ക് ആഹാരം വല്ലതും കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? കർത്താവിന് ഇത്രയേ ഉള്ളൂ പ്രശ്നം. 12 വർഷത്തെ രക്തസ്രാവി ആയാലും, ഇനി 6000 ഭൂതം ബാധിച്ചതായാലും, തടസ്സമായി നിൽക്കുന്ന വ്യാപാരത്തെ കടലിനകത്ത് അടിച്ച് തള്ളിയിട്ട് നിന്റെ വിടുതൽ ചെയ്യാൻ കഴിയുന്നവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മറഞ്ഞു നിന്ന് വ്യാപരിക്കുന്ന പോരാട്ടങ്ങളെ, നിന്റെ തലമുറയുടെ വിടുതലിനെ തടയുന്ന ചില കാറ്റുകളെ, ചില ചുഴലിക്കാറ്റുകളെ, ചില തിരയിളക്കങ്ങളെ, ചില തുറച്ചുനോട്ടങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് ശാസിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ മാത്രമേ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. കുടുംബ ജീവിതത്തെ ശിഥിലമാക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, തലമുറകളെ വഴിതെറ്റിക്കുന്ന ഹല്ലേലൂയ ചില പൈശാചിക മേഖലകളുടെ മേൽ ഈ രാത്രി യേശുവിന്റെ കരം ചലിക്കുകയാ. ഒരു നിമിഷം